ിലേക്ക് എത്തിച്ച് പെരുന്നാൾ നിസ്കാരത്തിന് എത്തുമ്പോഴേക്ക് എന്ത് ചെയ്യും അവരുടെ ജമാഅത്ത് നഷ്ടപ്പെടും എന്ന് കാണുകയാണെങ്കിൽ അവരുടെ വിത്ർ സക്കാത്ത് കൊടുക്കുകയാണോ വേണ്ടത്? അതല്ല ജമാഅത്തിനെ പെരുന്നാൾ നിസ്കാരത്തിന്റെ ജമാഅത്തിനെ പരിഗണിക്കുകയാണോ വേണ്ടത്? ചർച്ചകൾ ഫുഖഹാക്കൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് അതിന്റെ അഫ്ളലായ സമയം അതാണ്. പക്ഷേ പലവരും പറയുന്നത് എന്താ, പെരുന്നാളിന്റെ തലേ ദിവസം കച്ചവടത്തിന്റെ തിരക്കായിരിക്കും ഉസ്താദെ, അതുകൊണ്ട് അരി വാങ്ങാൻ പോകാൻ നേരം കിട്ടൂല, അപ്പൊ പിന്നെ പൈസ കൊടുക്കല്ലാതെ എന്താ ചെയ്യാൻ? അരി ഇപ്പൊ തന്നെ വാങ്ങിച്ചാലേ അരി വിത്ർ സക്കാത്ത് കൊടുക്കേണ്ട അഫ്ളലായ സമയം എപ്പോഴാണ്? പെരുന്നാൾ ദിവസം ഫജ്ർ സാദിഖ് വലിവായതിന്റെ ശേഷം പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന മുമ്പാണ്. പെരുന്നാളിന്റെ തലേ ദിവസം കച്ചവടം കൂടും, കടയിൽ കച്ചവടം കൂടും, അതിന്റെ ഇടയിൽ പോയി അരി വാങ്ങിക്കൊണ്ടുവരാൻ സമയമില്ലാന്ന് വെക്കുക. അരി കാലേ കൂട്ടി വാങ്ങി വെക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അതങ്ങനെ മസലൊന്നുമില്ല. അരി അന്നെ വാങ്ങാവൂ. ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട അരി പെരുന്നാൾ ദിവസം ഫജ്ർ സാദിഖ് വലിവായതിന്റെ ശേഷമേ വാങ്ങാവൂ എന്നൊന്നും മസലയില്ല. അരി മുൻകൂട്ടി തന്നെ വാങ്ങി വെച്ചാൽ ആ ന്യായത്തിന് മറുപടി ആയില്ലേ അല്ലേ? കെ പി കരീം ഉസ്താദെ, ഒരുപാട് ഗൾഫുകാർ സാധുവായ എന്നോട് കഴിഞ്ഞ കൊല്ലക്കും പറഞ്ഞൊരു ന്യായാണ്. എന്താ അങ്ങനെ അരി കൊടുക്കാത്തത് എന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞ ന്യായ, പെരുന്നാളിന്റെ തലേ ദിവസം ഭയങ്കര തിരക്കേക്കാരൻ കടയിൽ അരിയൊന്നും വാങ്ങാൻ പോകാൻ നേരം കിട്ടൂല. ഇപ്പൊ തിരക്കൊന്നുമില്ലല്ലോ, ഇപ്പൊ ആർക്കും തിരക്കില്ല. സുഖമായി ഒരു റമദാനിന്റെ പകലില് നമ്മൾ എത്ര സമയം കിടന്നുറങ്ങുന്നുണ്ട്. അതുകൊണ്ട് പെരുന്നാളിന്റെ തലേ ദിവസം നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് ഞാനൊരു പണി ചെയ്യാം, ഇന്ന് ഒരു അരമണിക്കൂർ ഉറക്കം കമ്മിയാക്കിയിട്ട് വിത്ർ സക്കാത്തിലെ അരി വാങ്ങിയിട്ട് ഞാൻ റൂമ് കൊണ്ടുവെക്കട്ടെ. സുബ്ഹാനല്ലാഹ്, ഒരു പ്രയാസമില്ല. പ്രത്യേകിച്ച് ഗൾഫുകാരാണ് ഈ ന്യായങ്ങൾ വല്ലാതെ പറയുന്നത്. ഈ അരി കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന ന്യായം പറയുന്നത്. അവനവന്റെ ഫ്ളാറ്റുകളിൽ എത്ര ആളുകളുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയില്ലേ, നിങ്ങളുടെ റൂമിൽ തന്നെ താമസിക്കുന്നവര്. പിന്നെ അതൊരു ചെറിയ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ റൂമിൽ താമസിക്കുന്ന ഒരാൾ സക്കാത്തിന്റെ അവകാശിയാണെങ്കിൽ ആ സക്കാത്ത് അവർക്ക് കൊടുത്താൽ ചിലപ്പം മെസ്സിൽ ആ അരി വരാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം, നല്ലതാ. ഇപ്പൊ ഞാനും രണ്ടാൾ താമസിക്കുന്ന ആളാണ് റൂമിൽ. ഞാൻ എന്റെ സുഹൃത്ത് സക്കാത്തിന്റെ ഒരു അവകാശിയാണ്. അപ്പൊ എന്റെ വിത്ർ സക്കാത്ത് ഓൻക്ക് കൊടുത്തു. ചിലപ്പം മെസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ആ അരിത്ത് ചോറ് വെക്കുമ്പോൾ നമ്മൾ കൊടുത്ത വിത്ർ സക്കാത്തിന്റെ അരിയുടെ ചോറ് നമ്മൾ തന്നെ വയ്ക്കേണ്ടി വരും. അതൊരു നല്ലതല്ല, അത് മറ്റൊരു വിഷയം. എന്നിരുന്നാലും ഗൾഫിലൊക്കെയും ഒരു ഫ്ളാറ്റിൽ താമസിക്കുന്നവരാകുമ്പോ ഓരോ റൂമിലും സക്കാത്തിന്റെ അവകാശികളാവുന്ന എത്രയോ ആളുകളുണ്ടാവും. ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് പറയട്ടെ, ആ സക്കാത്ത് കൊടുക്കേണ്ട അരി നമ്മൾ ആ തിരക്കിന്റെ സമയത്തിന്റെ മുന്നേ വാങ്ങിയിട്ട് നമ്മുടെ റൂമിൽ കൊണ്ടുവന്നു വെച്ചു. പെരുന്നാളിന്റെ അന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് ആ കാര്യം തീരുമാനമാതിരി ആ അരി വാങ്ങിക്കൊണ്ടു വെച്ചു. പെരുന്നാളിന്റെ അന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് സുബ്ഹാനല്ലാഹ്, ആ അരി തെങ്ങാണ്ട് ഇതിന്റെ വിത്ർ സക്കാത്താണ് എന്ന് പറഞ്ഞ് വേറെ ഏതെങ്കിലും മെസ്സിലുള്ള ഫക്കീറന്മാര് അല്ലെങ്കിൽ സക്കാത്തിന്റെ അവകാശികള്, മിക്ക പ്രവാസികളും കടക്കാരാണ് അല്ലേ? കടമില്ലാത്തവരാരാ? വളരെ അപൂർവമായിരിക്കും. കടമില്ലാത്തവർ വളരെ അപൂർവമായിരിക്കും. അങ്ങനെ കടം കൊണ്ട് മക്കളെ കെട്ടിച്ചതിന്റെ പേരിൽ, വീട് പണിയെടുത്തതിന്റെ പേരിൽ, ചികിത്സയുടെ പേരിലൊക്കെയും കടം വാങ്ങുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തെ ശമ്പളം മുൻകൂട്ടി കടം വാങ്ങുന്ന എത്രയോ സാധാരണക്കാർ നമ്മുടെ ചുറ്റുഭാഗത്ത് താമസിക്കുമ്പോ ഒരു 3 കിലോ അരി, ഞാൻ 3 കിലോ അരിന്ന് ഇപ്പൊ പറഞ്ഞില്ലട്ടോ, തൂക്കം 3 കിലോനാണ്, ആരും തെറ്റിദ്ധരിക്കണ്ട. ഈ ഒരു മസല തിരിയാൻ വേണ്ടി ഞാൻ പറയാണ്. അത് അരി തൂക്കം എത്ര, അളവെത്ര, അത് വലിയൊരു ചർച്ചയാണെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുന്നു. ഏതായിരുന്നാലും ഒരു 3 കിലോ അരി ഉണ്ടെങ്കിൽ വിത്ർ സക്കാത്തിന്റെ തൂക്കം വരും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ എന്തായി, ഈ ഒരു 3 കിലോ അരി അല്ലെങ്കിൽ വിത്ർ സക്കാത്തിന്റെ അളവിന്റെ അരി എത്രയാണെങ്കിൽ ആ അരി നമ്മളെ റൂമിൽ വാങ്ങി കൊണ്ടുവച്ച് നമ്മൾ ആ പെരുന്നാൾ ദിവസം സുബഹിസ്കാരം കഴിഞ്ഞ് വന്ന് അത് എത്തുങ്ങാണ്ട് കൊടുക്കുമ്പോ ഒരു അഫ്ളലായ നല്ലൊരു സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെയും പറഞ്ഞ സമയത്തും നമ്മുടെ മദ്ഹബായ ഷാഫി മദ്ഹബ് പ്രകാരം സ്വഹീഹായ നിലക്ക് അതിൽ അബൂ ഹനീഫ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിക്ക് മാത്രമാണ് ഒരു അഭിപ്രായമുള്ളത് സക്കാത്തിന്റെ വില കൊടുക്കാമെന്ന്. വിത്ർ സക്കാത്തിന്റെ വില കൊടുക്കാമെന്നുള്ളത് ആരുടെ അഭിപ്രായം മാത്രമാണ്? അബൂ ഹനീഫ ഇമാമിന്റെ അഭിപ്രായം മാത്ര. ബാക്കിയുള്ള എല്ലാ പണ്ഡിതന്മാരുടെയും അഭിപ്രായം, പ്രത്യേകിച്ച് നമ്മുടെ ഷാഫിഈ മദ്ഹബ് പ്രകാരം
അരി ഒരിക്കലും തന്നെ വില കൊടുത്താൽ പോരാ എന്നാണ്. പക്ഷേ അപ്പൊ പിന്നെ പലരും ന്യായീകരിക്കാൻ തുടങ്ങും. എന്ത് എന്നാ പിന്നെ ഹനഫി മദ്ഹബ് പ്രകാരം വില കൊടുത്തൂലേ, അതിന് ഹനഫി മദ്ഹബ് കൊടുക്കണം. അല്ലാതെ ഇന്ന് അങ്ങനെ കുറെ ആളുകൾ സാധാരണക്കാര് പല മസ്അലയിലും മനസ്സിലാക്കി വെച്ചത് സാന്ദർഭികമായി ഞാനൊന്ന് ഉണർത്തുകയാണ്. ഇനി രണ്ടാമത്തത്, കടമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണോ അല്ല, വലിയൊരു ചർച്ചയിലേക്കാണ് നമ്മൾ വരുന്നത്. കാരണം ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ്. കാരണം രണ്ട് പെണ്ണുങ്ങളുണ്ടാവും. രണ്ട് പെണ്ണുങ്ങൾ 8 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വിത്ത് സക്കാത്ത് കൊടുക്കാൻ അത്യാവശ്യം പൈസ വേണം. അവന് അന്നാണെന്ന് എന്താണ്, അവർക്ക് വലിയൊരു സംഖ്യ കടാണ്. അപ്പൊ കടമുണ്ടെങ്കിൽ വിത്ത് സക്കാത്ത് കൊടുക്കണോ കൊടുക്കണ്ടേ, ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ചയിലേക്ക് വരാം. ആദ്യം നമുക്ക് ഒരുപാട് പ്രവാസികളുടെ വലിയൊരു പ്രശ്നമാണ് ഈ വിത്ത് സക്കാത്ത് വിലയായി കൊടുക്കുക. അതിന് പലവരും ചട്ടം കെട്ടി നടക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഈ അവാന്തര വിഭാഗങ്ങൾ, ബിദ്അത്തിന്റെ അഹ്ലുകാര് അവരുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇത് ന്യായീകരിച്ച് പ്രവാസികളുടെ ഈ ഒരു സൗകര്യം ചൂഷണം ചെയ്ത് പലവരും പൈസ പിരിച്ചെടുക്കുന്നവരുണ്ട്. പിന്നെ പലവരും അവരൊന്നുകൂടി പറയട്ടെ, നമ്മൾ ഈ പൈസ കൊടുക്കുമ്പോൾ അവർ ഈ പൈസ എന്തിലേക്കാണ് കൊടുക്കുന്നത് എന്നൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഹനഫി മദ്ഹബ് പ്രകാരം അങ്ങനെ ചെയ്തൂലേന്നൊരു ചോദ്യം സ്വാഭാവികമായും സാധാരണക്കാരുടെ കൽബിൽ വരും. പക്ഷേ ഒരു കാര്യം അവർ ശ്രദ്ധിക്കണം, വളരെ ഒരു അത്യന്താപേക്ഷിതമല്ലാത്ത ആവശ്യത്തിന് വേണ്ടി മദ്ഹബ് ഒരുത്തൻ വെറുതെ മാറിയാൽ അവൻ ഫാസിക്കായി പോകുന്ന മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തന്റെ തുഹ്ഫയിൽ വിശദീകരിച്ചത് കാണാം. അത് വളരെ വ്യക്തമായി എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ മനസ്സിലാക്കേണ്ടതാ. ചിലപ്പം നിർബന്ധിത സാഹചര്യത്തിൽ മദ്ഹബ് മാറേണ്ടി വരും. ഇതൊരു ചെറിയ ഉദാഹരണമാണ്. ഒരു പെണ്ണ് ഉമ്മക്ക് ഇഹ്റാം ചെയ്ത് അല്ലെങ്കിൽ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് മക്കയിൽ ചെന്ന് ഹൈല് രക്തം തുടങ്ങി. ആ പെണ്ണിന്റെ ഹൈല് രക്തം നിൽക്കണമെങ്കിൽ ദിവസങ്ങളോളം പിടിക്കും. ആ ഹൈല് രക്തം നിൽക്കുന്നതിന്റെ മുമ്പ് തന്നെ മക്ക വിടൽ നിർബന്ധവുമാണ്. 3 ദിവസത്തെ ടിക്കറ്റ് ഉള്ളത്. ഉമ്മക്ക് വന്നതാണ്, UAE വന്നതാണ്, അവിടത്തെ ബസ്സിൽ വന്നതാണ്, അല്ലെങ്കിൽ ഒമാനിൽ നിന്ന് ബസ്സിൽ ഉമ്മക്ക് വന്നതാണ്. ആകെ 3 ദിവസമാണ് മക്കത്തുള്ളത്. മക്കത്തെത്തിയപ്പോഴേക്കൊരു പെണ്ണിന് ഹൈല് രക്തം തുടങ്ങി. ഇനി ഈ ഹൈല് രക്തം നിൽക്കണമെങ്കിൽ 5 ദിവസം കഴിയണം. 5 ദിവസം കഴിയോളം മക്കത്ത് താമസിക്കാൻ യാതൊരു മാർഗവുമില്ല. പക്ഷേ ശാഫിഈ മദ്ഹബ് പ്രകാരം ഹൈലാവസരത്തിൽ ഒരിക്കലും തവാഫ് ചെയ്യാൻ പറ്റുകയില്ല. പക്ഷേ മറ്റു മദ്ഹബില് ഹനഫി മദ്ഹബ് പോലത്തെ മദ്ഹബുകൾ അതിലളവുണ്ട്. അതൊരു നിർബന്ധിത സാഹചര്യമായി നമുക്ക് കണക്കാക്കാം. അതൊരു നിർബന്ധിത സാഹചര്യമാണ്. ഷാഫി മദ്ഹബിൽ ആ പെണ്ണ് ഉംറ പൂർത്തിയാക്കാതെ മക്ക വിടേണ്ട സാഹചര്യങ്ങൾ ഒരു പെണ്ണിനെ സംബന്ധിച്ച് വളരെയധികം പ്രയാസകരമായി തീരും. അപ്പൊ മറ്റൊരു മദ്ഹബിലേക്ക് മാറി ഹൈലാവസരത്തിൽ തവാഫ് ചെയ്യാം എന്നൊരു മദ്ഹബിലേക്ക് മാറി അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് ആ ഉംറ പൂർത്തിയാക്കി മക്ക വിടുക. അതൊരു നിർബന്ധിത സാഹചര്യമാണ്. അങ്ങനെ വരുന്ന അവസരത്തിലാവാം. അതല്ലെങ്കിൽ മഹാന്മാർ പറയുന്നുണ്ട്, ഷാഫിഈ മദ്ഹബിൽ തന്നെ കാണാം, ഒരു നാട്ടിൽ സാധാരണ ഭക്ഷണമായി നൽകപ്പെടേണ്ട മുഖ്യാഹാരമായി കഴിക്കപ്പെടുന്ന വസ്തുവാണല്ലോ വിത്ർ സക്കാത്തായി കൊടുക്കേണ്ടത്. ആ സാധനം കിട്ടാല്ല. ആ സാധനം കിട്ടാല്ലൊക്കെ ഇവന്റെ ചുറ്റുഭാഗത്ത് എവിടെ ആ സാധനം കിട്ടാല്ല. അപ്പൊ നമ്മൾ ഉദാഹരണം പറയാ, വിത്ർ സക്കാത്തായി കൊടുക്കേണ്ട അരി എവിടെയും കിട്ടാല്ല. കിട്ടാണ്ടെങ്കിലല്ലേ ഇത് വാങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഓൻ എന്ത് വേണം? അപ്പോഴും ഷാഫി മദ്ഹബ് വെച്ചിങ്ങാണ്ട് വിത്ർ സക്കാത്തിന്റെ വില കൊടുക്കല്ല വേണ്ട. ഹനഫി മദ്ഹബിനെ തഖ്ലീദ് ചെയ്ത് എങ്ങനെ? ഒന്നും കൂടി ഞാൻ വ്യക്തമായി പറയുന്നു. അരിയാണ് വിത്ർ സക്കാത്തായി കൊടുക്കപ്പെടേണ്ടതെങ്കിൽ ആ അരി എവിടെയും വാങ്ങാൻ കിട്ടാൻ ഇല്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ തന്നെ പറയുന്നു, അങ്ങനെ വരുന്ന അവസരത്തിൽ ഇവരെ വിത്ർ സക്കാത്ത് കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. വിത്ർ സക്കാത്ത് എന്തായാലും കൊടുക്കണം. അരി കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് വിത്ർ സക്കാത്ത് കൊടുക്കാതിരിക്കാൻ പറ്റൂല. അപ്പൊ അവൻ ഹനഫി മദ്ഹബിലേക്ക് മാറി ഹനഫി മദ്ഹബിനെ തഖ്ലീദ് ചെയ്ത് എന്ത് വേണം? അവനിക്ക് അരിയുടെ വില വിത്ർ സക്കാത്തായിട്ട് കൊടുക്കാം. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനൊരു അവസ്ഥ ഒരിക്കലും ഗൾഫിലില്ല. എന്താ എന്റെ ഈ ക്ലാസ് റൂമിലുള്ള ഈ സമയത്തുള്ളവരൊക്കെയും നല്ല ഭൂരിപക്ഷമുള്ള ആളുകൾ ഇപ്പൊ ഗൾഫിലുള്ള ഒരു സ്ഥലത്തൊരു അരി കിട്ടാത്തൊരു പ്രശ്നം
എനിക്കൊരു വിത്ർ സക്കാത്തായി കൊടുക്കേണ്ട 3 കിലോ അരി അല്ലെങ്കിൽ 3 ലിറ്ററും 200 മില്ലിഗ്രാമും വരുന്ന അളവിനുള്ള അരി കിട്ടാനില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം എവിടെയില്ല. ചിലപ്പോൾ ഏതെങ്കിലൊക്കെയും മരുഭൂമിയിൽ കുരുങ്ങിക്കിടക്കുന്നവർക്കൊക്കെയും ചിലപ്പോൾ സംഭവിച്ചേക്കാം. പക്ഷേ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലായാലും ഗൾഫ് മേഖലകളിലായാലും അരി കിട്ടാനില്ല എന്നുള്ള ഒരു പ്രശ്നം പറഞ്ഞ് ഒരിക്കലും മദ്ഹബ് മാറുന്ന ഒരു സാഹചര്യം വരുന്നില്ല. പക്ഷെ ഇനി അവിടെയും ശ്രദ്ധിക്കണം. കുറെ ആളുകൾ എന്താ ഇപ്പൊ വിത്ർ സക്കാത്ത് ഹനഫി മദ്ഹബിൽ വില കൊടുക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഓൻ കീശേന് കായിത്തന്ന് കൊടുക്കുക. ഓൻ മദ്ഹബിന്റെ കാര്യമൊന്നും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഞാൻ ഒന്ന് സാന്ദർഭികമായി പറയാണ്, പലപ്പോഴും സാധാരണക്കാർക്ക് പറ്റുന്ന വലിയൊരു അബദ്ധ, ഈ ഏതെങ്കിലും ഒരു മദ്ഹബിൽ അങ്ങനെ ഒരു അഭിപ്രായം എന്തെങ്കിലും കേൾക്കും, അതിനെപ്പറ്റി പഠിക്കാതെ ഞാൻ ആ മദ്ഹബ് പ്രകാരമാണ് അത് ചെയ്തത് എന്നും പറയും. ഒരു മദ്ഹബില്ലാതെ അമൽ ചെയ്യുന്നൊരവസ്ഥ. ഞങ്ങൾക്കത് എളുപ്പം തിരിയാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരു മസ്അല പറയുമ്പോൾ അത് തിരിയണല്ലോ, ആ നിലയ്ക്ക് ഞാൻ പറയാം. ഇപ്പോ ശാഫിഈ മദ്ഹബിലെ റമളാൻ മാസത്തിലെ നോമ്പ് സഹീഹാവാൻ എന്ത് വേണം? ഓരോ ദിവസവും തലേ ദിവസം രാത്രി നിയ്യത്ത് വെക്കണം. നാളത്തെ നോമ്പിനുള്ള നിയ്യത്ത് ഇന്ന് രാത്രി വെക്കണം. അത് നമ്മളെ നോമ്പ് സഹീഹാവാനുള്ള ഒരു നിബന്ധനയാണ്. പക്ഷേ നമ്മളെ മാലിക്കി മദ്ഹബിൽ എന്താ നിബന്ധന? എത്രയുള്ളൂ? റമളാനിന്റെ ആദ്യത്തെ രാത്രി മൊത്തം ഒരു നിയ്യത്ത് വെച്ചാൽ മതി. ഈ കൊല്ലത്തെ റമളാനിലുള്ള എല്ലാ നോമ്പും നോക്കാൻ അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റ് വീട്ടലിനെ ഞാൻ കരുതി എന്നൊരു നിയ്യത്ത് വെച്ചാൽ ഇനി ഓരോ ദിവസത്തിനും പ്രത്യേകം പ്രത്യേകം നിയ്യത്ത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ശാഫിഈ മദ്ഹബിൽ അത് സുന്നത്തുമാണ്. അതൊരു മസ്അല, ഇപ്പൊ ആവശ്യമുള്ള ഒരു മസ്അലല്ല, ആരെങ്കിലൊക്കെ ചെയ്തവരുണ്ടാകും. പക്ഷെ ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയം തിരിയാൻ സാധാരണക്കാർക്ക് പെട്ടെന്ന് തിരിയുന്ന ഒരു ഉദാഹരണം ഞാൻ ആദ്യം പറയുകയാണ്. അഥവാ എന്ത് ചെയ്യുകയാണ്? ഓൻ അങ്ങനെ റമളാനിന്റെ ആദ്യത്തെ രാത്രി പൊതുവിൽ മാലിക്കി മദ്ഹബ് പ്രകാരം ഈ മാസം ഫുള്ള് നോമ്പ് നോക്കാന്നുള്ള നിയ്യത്ത് വെക്കുക. വല്ല കാരണവശാലും ശാഫിഈ മദ്ഹബുകാരനായ ഒരുത്തൻ ഒരു ദിവസം തലേ ദിവസം രാത്രി നിയ്യത്ത് വെക്കാൻ മറന്നുപോയി നോക്കുക. ഫജ്ർ സാദിഖ് വെളിവായതിന്റെ ശേഷം സുബഹി ബാങ്ക് കൊടുത്തതിന്റെ ശേഷമാണ് ഓർമ്മ വന്നത്. എന്ത് ഓർമ്മ വന്നത്? ഞാൻ ഇന്നലെ രാത്രി നിയ്യത്ത് വെച്ചിട്ടില്ലല്ലോ. പക്ഷേ അപ്പൊ ശാഫിഈ മദ്ഹബ് പ്രകാരം യഥാർത്ഥത്തിൽ ഓനക്ക് നോമ്പില്ല. ഓൻ എന്ത് ചെയ്യണം? സൂര്യൻ അസ്തമിക്കുന്നത് വരെ നോമ്പുകാരനെ പോലെ ഇംസാക്ക്, നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ നോമ്പുകാരനെ പോലെ ജീവിക്കുകയും റമളാൻ കഴിഞ്ഞതിന് ശേഷം ആ നോമ്പ് കളാ വീട്ടും വേണം. ചിലപ്പം പലരും ഈ മസ്അല മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിങ്ങനെ റമളാനിന്റെ ആദ്യത്തെ രാത്രി ഇങ്ങനെ ഒന്നായിട്ട് നിയ്യത്ത് വെച്ചാല് ഇനി തലേ ദിവസം നിയ്യത്ത് വെക്കാൻ മറന്നാല് പിറ്റേ ദിവസം നേരം വെളുത്തിട്ടാണ് ഓർമ്മ വന്നതെങ്കിൽ മാലിക്കി മദ്ഹബ് പ്രകാരം നോമ്പ് നോക്കാം എന്നൊരു മസ്അല ഓൻ പഠിച്ചിട്ടുണ്ടാവും. ഓനെന്ത് ചെയ്യും? ചിലപ്പം ഈ ഒരു അരിവുമ്പം വെച്ചിങ്ങാണ്ട് പിറ്റേ ദിവസം ഓനൊന്നും മദ്ഹബ് മാറുന്നൊന്നുമില്ല. അവരെ മനസ്സിൽ കരുതണം, ഞാൻ ഇന്ന് മാലിക്കി മദ്ഹബ് പ്രകാരം നോമ്പ് നോക്കുന്നു. ഒരു നിബന്ധന അതാണ്, ശ്രദ്ധിക്കണം. ഒരു നിബന്ധന അവരെ അതാണ്. അല്ലാതെ ഓ നേരം വെളുത്തിട്ട് ഞാൻ അന്ന് നിയ്യത്ത് വെച്ചിരിക്കണെന്നും പറഞ്ഞിങ്ങാണ്ട് അങ്ങനെ ഒരു വൈകുന്നേരമാക്കി ഓ നോമ്പറക്കുമ്പോ നല്ല ഈത്തപ്പഴം കഴിച്ചിങ്ങാണ്ട് അല്ലാഹുമ്മ ലക സുംതു അലാ റിസ്ഖിക അഫ്തറതു ദിക്റകിൻ ജല്ലി. എവിടെ എന്ത് ലക സുംതു? ഇവിടെ ഒരു മദ്ഹബ് പ്രകാരം ഓനക്ക് നോമ്പില്ല. ഷാഫി മദ്ഹബ് പ്രകാരം ഓനക്ക് നോമ്പില്ല. മാലിക്കി മദ്ഹബ് പ്രകാരം ഓനക്ക് നോമ്പില്ല. എന്റെ മാലിക്കി മദ്ഹബ് പ്രകാരം നോമ്പില്ലായിരിക്കാൻ കാരണം ഓൻ ഷാഫി മദ്ഹബുകാരനായി ജീവിക്കുന്നവനാണ്. ഓൻ നേരം വെളുത്തപ്പം നിയ്യത്ത് വെക്കാൻ മറന്നവനാണ്. എന്നാൽ ഞാൻ റമളാനിന്റെ ആദ്യത്തെ രാത്രി നിയ്യത്ത് വെച്ചത് പ്രകാരം മാലിക്കി മദ്ഹബ് പ്രകാരം ഞാൻ നോമ്പ് നോൽക്കുന്നു മനസ്സിൽ കരുതണം. ഒരു നിബന്ധന അതാണ്. രണ്ടാമത്തെ നിബന്ധന എന്താ? മാലിക്കി മദ്ഹബ് പ്രകാരം നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും അന്നത്തെ പകലിൽ അവനിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല. ഞാൻ ഈ മദ്ഹബ് ഹനഫി മദ്ഹബ് സ്വീകരിച്ച് ഈ സക്കാത്തിന്റെ കാശ് കൊടുക്കുന്നവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ ഈ വിഷയം വിശദീകരിക്കുന്നത്. ഈ സമയത്തുള്ളത് കൂടുതലും ഗൾഫുകാരാണ്. എന്റെ പ്രിയപ്പെട്ട പ്രവാസികളോട് ഞാൻ പറയുന്നു, എല്ലാവരും KMIC ശ്രോതാക്കളായിക്കോന്നില്ല റൂമിലുള്ളവര്. അവരൊക്കെ ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞ് മറ്റന്നാ നേരം വെളുത്തിട്ട് ഈ ദിർഹം കൊടുക്കുന്നത് കാണുമ്പോ നിങ്ങൾ പ്രത്യേകിച്ച് പറയണം, വെറുതെ അവനവന്റെ വിത്ർ സക്കാത്ത് കൊലാക്കാൻ നിൽക്കണ്ട, അവനവന്റെ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്താൻ പോവണ്ട എന്ന് വളരെ ആധികാരികമായി എന്റെ KMIC സാധാരണക്കാര്
പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ ഒരുപാട് KMICയുടെ ശ്രോതാക്കളുണ്ട്. അൽഹംദുലില്ലാ, ഇന്ന് അരീക്കോട് ഭാഗത്ത് നിന്ന് ജബ്ബാരി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു KMICയുടെ ശ്രോതാവ് വല്ലാത്തൊരു മുഹിബ്, അൽഹംദുലില്ലാ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. റേഡിയോ ശ്രോതാവാണ്. KMICയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കുറെ അഭിപ്രായങ്ങൾ ഇന്ന് വന്ന് വളരെ നെഞ്ചിലേറ്റിയ ഒരു ചെറുപ്പക്കാരൻ. അവൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഉസ്താദേ, KMICയുടെ മുഴുവൻ ഫിഖിന്റെ ക്ലാസും ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് എന്റെ വീട്ടിലുള്ള മുഴുവൻ സ്ത്രീകൾക്കും ഞാൻ കേൾപ്പിച്ചു. ഒരുപാട് ആ സഹോദരനോട് പറഞ്ഞത് ഹൈറുമായി ബന്ധപ്പെട്ട ഉസ്താദിന്റെ റെക്കോർഡ് എന്റെ കുടുംബത്തിലുള്ള ഒരുപാട് പെണ്ണുങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു. ഒരുപാട് പെണ്ണുങ്ങളിൽ നിന്ന് ഒരു പെണ്ണ് മാത്രമാണ് എന്നോട് പറഞ്ഞത്, ഈ ഉസ്താദ് പറഞ്ഞ മാതിരിക്കാൻ ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്യാറുള്ളത്. ബാക്കിയുള്ള നല്ലൊരു ശതമാനം പെണ്ണുങ്ങളും പറഞ്ഞ റബ്ബേ, ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇത് കൈകാര്യം ചെയ്യേണ്ടത്. ഇന്ന് ഞാൻ റമളാൻ മാസം ഞാൻ പറഞ്ഞത്, ഇന്ന് ഉച്ചക്കിന്റെ വീട്ടിൽ വെച്ച് ആ ജബ്ബാർ ഇവിടെ അരീക്കോട് ഭാഗത്തുള്ളതാ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ KMICയുടെ ശ്രോതാക്കള് ഒരു മസ്അല പറയുമ്പോൾ മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ താൽപര്യം കാണിക്കുന്നവരോട് ഞാൻ പറയുന്നു, ആരെങ്കിലും വന്നിട്ട് ഹനഫി മദ്ഹബ് പ്രകാരം പറ്റും, നിങ്ങൾ വെറുതെ ഈ അരി വാങ്ങിയിട്ട് അതിനു വേണ്ടി സമയം കളയണ്ട എന്ന് പറയുമ്പോ അവരോട് വളരെ വ്യക്തമായി പറയാനാണ് ഞാൻ പറയുന്നത്. ചിലപ്പോ നമ്മളൊരു മദ്ഹബിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് പറയും, നമ്മൾ പലരും മദ്ഹബ് മാറിയാന്ന് പറയും, എന്നിട്ട് ചെയ്തിട്ട് ഒരു മദ്ഹബ് പ്രകാരം അമല് ശരിയായിട്ടുണ്ടാവില്ല. അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഇപ്പൊ നോമ്പിന്റെ നിയ്യത്ത് പറഞ്ഞത്. അപ്പൊ ഒന്ന് നമ്മൾ നേരം വെച്ചാൽ ഞാൻ മാലിക്കി മദ്ഹബ് പ്രകാരം നോമ്പ് നോൽക്കുന്നു, മദ്ഹബിനെ തഖ്ലീദ് ചെയ്യണം. രണ്ടാമത്തൊരു നിബന്ധന എന്താ, ആ പകലിൽ മാലിക്കി മദ്ഹബ് പ്രകാരം നോമ്പ് മൊഴിയുന്ന കാര്യങ്ങളൊന്നും അവനിൽ നിന്നുണ്ടാവാൻ പാടില്ല. എല്ലാതും കൂടി പറയാൻ നേരല്ല. സാധാരണക്കാർക്ക് വിഷയം തിരിയാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇവൻ മസ്അല മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. ഇവൻ KMICന്നോ അല്ലെങ്കിൽ അവന്റെ നാട്ടിലുള്ള ക്ലാസുകളിൽ നിന്നോ അല്ലെങ്കിൽ അവൻ വായിക്കുന്ന മാസികകളിൽ നിന്നൊക്കെ ഒരു മസ്അല റമളാൻ മാസത്തിൽ നോമ്പ് നോറ്റും കൊണ്ട്, റമളാൻ മാസമായാലും അല്ലാത്ത നോമ്പായാലും, ഇപ്പൊ റമളാൻ ആയതുകൊണ്ട് ഞാൻ റമളാൻ എന്ന് പറയുന്നു, നോമ്പ് നോറ്റ് കണ്ണിൽ മരുന്ന് വെച്ചിട്ടാ നോമ്പ് മുറിയില്ല, ഇതോ മസ്അല മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഓനിക്ക് എന്തറിയില്ല, മാലിക്കി മദ്ഹബ് പ്രകാരം കണ്ണിൽ മരുന്ന് വെച്ചിട്ടാ നോമ്പ് മുറിയുന്ന ഓനിക്കറിയില്ല. അവരുടെ മസ്അല അങ്ങനെ. മാലിക്കി മദ്ഹബിൽ കണ്ണിൽ മരുന്ന് വെച്ചിട്ടാ നോമ്പ് മുറിയുന്ന മസ്അല, ശാഫിഈ മദ്ഹബിൽ കണ്ണിൽ മരുന്ന് വെച്ചിട്ടാ നോമ്പ് മുറിയിലാന്ന മസ്അല. ഈ വിദ്വാൻ എന്താ ചെയ്തത്, നിയ്യത്ത് മാറുന്ന ദിവസം മാലിക്കി മദ്ഹബ് പ്രകാരം നോമ്പ് വെക്കുന്നു പറഞ്ഞു ഓൻ നിയ്യത്തും വെച്ച് നോമ്പ് വെച്ച്, ഉച്ചക്കോന്റെ കണ്ണിലെന്തോ കരുതിയാതി, ഓൻ നേരെ ആസ്പത്രിയിൽ പോയി. ഓൻ കണ്ണിൽ മരുന്ന് വെച്ചിരിക്കണമെന്നാണ് ഡോക്ടർ. ഓൻ ക്ലാസ് കേട്ടിട്ട് എന്താ കണ്ണിൽ മരുന്ന് വെച്ചിട്ടാ നോമ്പ് മുറിയില്ലാന്നാണ്. കണ്ണിൽ മരുന്ന് വെച്ചിട്ടാ നോമ്പ് മുറിയിലാണ് ഷാഫിഈ മദ്ഹബ. മാലിക്കി മദ്ഹബ് പ്രകാരം കണ്ണിൽ മരുന്ന് വെച്ചിട്ടാ നോമ്പ് മുറിയുന്നുള്ളത്. അതുപോലെ തന്നെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്വമേധയാ ഒരാൾ ഛർദ്ദിച്ച്, സ്വമേധയാ ഒരാൾ ഛർദ്ദിച്ചാൽ മാലിക്കി മദ്ഹബ് പ്രകാരം നോമ്പ് മുറിയുന്നാണ് എന്റെ ഓർമ്മ. നാം ഷാഫിഈ മദ്ഹബ് പ്രകാരം നോമ്പ് മുറിയില്ല. എന്തായത്, ഓന് മാലിക്കി മദ്ഹബ് പ്രകാരം ഓന്റെ നോമ്പ്, ഓൻ സ്വമേധയാ ഛർദ്ദിച്ച് തലേ ദിവസം കഫ്സ കഴിച്ചതാ, തലേ ദിവസം കുഴിമന്തി കഴിച്ചതാ, പിറ്റേ ദിവസം ഉച്ചയായപ്പോ ഇങ്ങനെ തേട്ടി വന്ന് ഓൻ അങ്ങനത്തെ ഓട്ടോമാറ്റിക് ആയിട്ട് കുറച്ചാൽ ഛർദ്ദിച്ച്. ഓന് മസ്തല കേട്ടിട്ടുണ്ട്. എന്താ മസ്തല കേട്ടുള്ളത്, അങ്ങനെ മനഃപൂർവ്വമല്ലാതെ ഉണ്ടാക്കി ഛർദ്ദിക്കാതെ ഓന് സ്വമേധയാ ഛർദ്ദിച്ചാ നോമ്പ് മുറിയിലാണ്. ഇത് മാലിക്കി മദ്ഹബ് പ്രകാരം നോമ്പ് ഓനിക്കറിയില്ല. ഇപ്പൊ ഓൻ ഉണ്ടാക്കി റമളാൻ മാസം നോമ്പ് വെച്ചു. ഓൻ നോമ്പറക്കുമ്പോ അല്ലാഹുമ്മ ലക്കസുംതു അലാ റിസ്കിക അഫ്തർതൂന്ന് ഈത്തപ്പഴം തിന്നിട്ട് ഓൻ പറയും ചെയ്ത്. ഓനിക്കിപ്പോ വാസ്തവത്തിൽ മാലിക്കി മദ്ഹബ് പ്രകാരം നോമ്പില്ല, ഷാഫിഈ മദ്ഹബ് പ്രകാരം നോമ്പില്ല. എന്റെ കാരണം ഷാഫിഈ മദ്ഹബ് പ്രകാരം നോമ്പില്ലായിരിക്കാൻ കാരണം എന്താ, ഓൻ തലേ ദിവസം രാത്രി നിയ്യത്ത് വെച്ചിട്ടില്ല. എന്നാ മാലിക്കി മദ്ഹബ് പ്രകാരം ഓനക്ക് നോമ്പില്ല, ഓനക്ക് നിയ്യത്തില്ലാത്ത കുഴപ്പമില്ല, മാലിക്കി മദ്ഹബിൽ നോമ്പ് ചെയ്യുന്ന കാര്യം ചെയ്തു പോയി എന്നുള്ളതാ. ആഖിറത്ത് ചെല്ലുമ്പോ ഓൻ ചെന്ന് നോമ്പ് കളാ. ശ്രദ്ധിക്കണം, ആഖിറത്ത് ചെല്ലുമ്പോ ഓൻ ചെന്ന് നോമ്പ് കളാ. കാരണം മദ്ഹബ് മാറിയതാ നോമ്പ് കൊള്ളായത്. മദ്ഹബ് മാറിയിട്ടില്ലെങ്കിൽ റമളാൻ മാസം കഴിഞ്ഞാല് ഓൻ ആ നോമ്പ് കളാ വീട്ടീന്. അതുകൊണ്ട് വളരെയധികം ഈ മദ്ഹബ് മാറിയാന്ന് അതൊരു കുറ്റിക്കളിയായി കണ്ട ചില ആളുകളുണ്ട്, ചില സാധാരണക്കാർ. അവരോട് ഞാൻ വളരെ വ്യക്തമായി KMICയുടെ സന്ദേശം എന്ന നിലക്ക് വളരെ ഗൌരവമുള്ള ഒരു വിഷയമാണത്. ഫാസിക്കാവുന്ന ആവശ്യമില്ലാതെ തോന്നുമ്പോ അവനവന്റെ സൗകര്യത്തിനനുസരിച്ച് മദ്ഹബ് ഇങ്ങനെ മാറി വിടുക.
നല്ലതല്ല. അതൊന്നും കൂടി നിങ്ങൾക്ക് തിരിയാം. ചിലപ്പോൾ നമ്മൾ കുടുങ്ങിയ കല്ലിയിൽ അത് ചെയ്യേണ്ടി വരും. ശാഫിഈ മദ്ഹബ് പ്രകാരം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലലിനോട് നിയ്യത്ത് അന്വയിപ്പിക്കണം. എന്തെങ്കിലും കരുതിങ്ങാണ്ട് അല്ലാഹു അക്ബർ ചൊല്ലിച്ച് കാര്യമില്ല. തക്ബീറത്തുൽ ഇഹ്റാം ഹംസന്റെയും ആ ഉച്ചരിക്കുന്നതിന്റെയും ഇടയിൽ നിയ്യത്തിൽ നിർബന്ധമായ കാര്യങ്ങളൊക്കെയും അവന്റെ ഖൽബിൽ വരണം. പക്ഷെ ഓനെക്കൊണ്ട് സാധിക്കുന്നില്ല. ഓനെക്കൊണ്ട് ഒരിക്കലും അത് സാധിക്കുന്നില്ല. ശാഫിഈ മദ്ഹബ് പ്രകാരം നിയ്യത്ത് അന്വയിപ്പിക്കാൻ ഓനെക്കൊണ്ട് സാധിക്കുന്നില്ല. ഓൻ കുടുങ്ങ. എല്ലാവരും രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞാലും ഓന്റെ എന്ത് കഴിഞ്ഞിട്ടില്ല, ഓന്റെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കഴിഞ്ഞിട്ടില്ല. ഞാൻ അതിന് അനുഭവസ്ഥന. ഞാൻ ഈ ക്ലാസ് റൂമിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ നമ്മുടെ താജുൽ ഉലമ നഗരിയിൽ ഇപ്പൊ അടുത്ത് നടന്ന SYSന്റെ 60ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ 2ാം ദിവസം അവരെ നമ്മുടെ സമ്മേളന നഗരിയുടെ നേരെ മുമ്പിൽ ഒരു ജുമാഅത്ത് പള്ളിയുണ്ട്. ഞാൻ അവരെ മഗ്‌രിബ് ഇശാ നിസ്കരിക്കാൻ വേണ്ടി കയറി. ഒരു കണ്ടാലൊരു ഉസ്താദ് തന്നെയാണ്. തലയകത്തും താജിയും അതേമായിക്കന്നെ ജുബ്ബയും വെള്ളത്തുനിയൊക്കെ ഒരു ഉസ്താദ് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ കുറെ ഇരുന്ന് ചിരിക്കും ചെയ്ത്. ഞങ്ങൾക്ക് ഈ മസാല തിരിയാൻ വേണ്ടിയിട്ടാണ് ഈ അനുഭവം പറയുന്നത്. ഞാൻ കുറെ ചിരിക്കും ചെയ്ത്. ഞാൻ എന്റെ ജമാഅത്തും കഴിഞ്ഞു, സുന്നത്തും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. വളരെ സത്യ ഞാൻ പറയുന്നത് സവാമ. ഞാൻ ഈ മദ്ഹബ് മാറാനുള്ള ഒരു സാഹചര്യം ഞാൻ പറയുന്നത്. ഇയാളെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ഞാൻ കുറെ നേരം അവിടെ കാത്തിരുന്ന് ഇയാളൊന്നും ഇങ്ങോട്ട് കറ്റാണെങ്കിൽ ഉണ്ട് ഇയാൾക്ക് ചില മസാലകളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. കാരണം ഈ പാവം ഒരു പള്ളിയുടെ ഒരു മൂലയിലേക്ക് അത് മാറി നിന്നിട്ട് എന്തോ ഒരു തക്ബീർ ചെല്ലിയാ കത്തയച്ച മൂപ്പർക്ക് തോന്നിയാണ് ഞാൻ അത് ചെല്ലിച്ച്. ഇങ്ങനെ തന്നെ കണ്ടിട്ടുണ്ടാവും ഇത്രയും ആളുകള്. ചിലപ്പം ജമാഅത്തായി നിസ്കരിക്കുന്ന മൗമൂമിങ്ങളുടെ കൂട്ടത്തില് ഇമാമ് രണ്ടാമത്തെ റക്അത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും. ഇവന്റെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കഴിഞ്ഞിട്ടുണ്ടാവില്ല. കൂട്ടത്തിൽ നിങ്ങൾ ഉറക്കം പോവാൻ വേണ്ടി ഞാൻ പറയാണ്. ഒരു ജ്യേഷ്ഠ ഇമാമും 5 മൗമൂമായിട്ട് നിസ്കരിച്ച് ജ്യേഷ്ഠൻ വലിയ വസ്വാസുള്ള ആളാണ്. അവനിങ്ങനെ ഇയ്യാക്കന്റെ ശ്രദ്ധ എനിക്കിന് ശരിയാവുന്നില്ല. കാരണം ഇയ്യാക്കന്റെ ഞാൻ ഒരു കൂട്ടത്തില് ചിലപ്പോൾ നമ്മൾ ഖുർആനൊക്കെ ഓതുമ്പോ അന്ന് തജ്വീദിന്റെ ക്ലാസ് കേൾക്കാത്ത പലവരും രാത്രി സമയത്ത് ഉണ്ടാകുമെന്ന നിലയ്ക്ക് ഞാൻ സാന്ദർഭികമായി പറയാ. ഇയ്യാക്ക എന്നതിലത്തെ യാഇന്റെ ശ്രദ്ധ നഷ്ടപ്പെട്ടാൽ മനഃപൂർവമാണെങ്കിൽ പ്രിയപ്പെട്ട സാധാരണക്കാരെ കുഫ്രിയത്ത് സംഭവിക്കുന്ന. നമ്മൾ ഖത്തമൊക്കെ ഓതി നമ്മളിങ്ങനെ നല്ല സമാധാനത്തിൽ ഇരിക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ ഖത്തമുകൾ സ്വീകരിക്കുമാറാവട്ടെ. കാരണം ഇയ്യാക്ക യാഇനിക്ക് ശ്രദ്ധ കൊടുത്താൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ? അല്ലാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നു. ഇയ്യാക നഅ്ബുദു. നേരെ മറിച്ച് യാഇന്റെ ശ്രദ്ധ പോയാൽ അതിന്റെ അർത്ഥം എന്തായി? സൂര്യന്റെ പ്രകാശത്തിനിക്ക് ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നു. ഇയ്യാക എന്നിട്ട് യാഇന്റെ ശ്രദ്ധ പോയാൽ അതിന്റെ അർത്ഥം എന്താകുന്നു? സൂര്യന്റെ പ്രകാശത്തിന് വെളിച്ചത്തിന് ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നു. നോക്കിങ്ങള്. അപ്പൊ ഇക്കാക്കാക്കത് നല്ല അറിയാം. ഈ യാഇന്റെ ശ്രദ്ധ പോയാല് ഭയങ്കര വിഷയാണ്. അങ്ങനെ ഇയ്യാക്ക അവസാനം 5 1 കൊടുത്ത് കുഞ്ഞാക്കജ്ജ് കുറെ ആക്കിയില്ല, ഇനി ഞാൻ ആക്കാനാന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെ വസ്വാസുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ ഞാൻ ഈ ഒരു ഉസ്താദിനെ കണ്ടപ്പോ അത്ഭുതപ്പെട്ടുപോയി. എനിക്ക് ഫിഖ്ഹിയായ മസ്അല രദിക്ക് ഇതന്നെയാണ് ഈ നിയ്യത്ത് അന്വയിപ്പിക്കുന്ന വിഷയത്തിൽ ഒരാൾക്ക് ശാഫിഈ മദ്ഹബ് പ്രകാരം ഒരിക്കലും ആ നിയ്യത്ത് അന്വയിപ്പിക്കാൻ സാധിക്കുന്നില്ല. അവനിക്കത് വലിയൊരു വസ്വാസായി മാറി എങ്കിൽ അവനിക്ക് ഹനഫി മദ്ഹബ് സ്വീകരിക്കാം. കാരണം ഹനഫി മദ്ഹബിൽ ഇത്ര റിസ്ക് ഇല്ല. ഈ നിയ്യത്ത് അന്വയിപ്പിക്കുമ്പോ തക്ബീറത്തുൽ ഇഹ്റാമിനോട് നിയ്യത്ത് വേണമെന്നില്ല. ചില പ്രവാസികൾ ചോദിക്കും, ഉസ്താദ് ഗൾഫിലെ അറബിയിലൊന്നും നിയ്യത്ത് വെക്കണില്ല. ഗൾഫിലെ അറബിയിൽ നിയ്യത്ത് വെക്കണില്ലാന്ന്. ഓല് നിയ്യത്ത് വെക്കായല്ല. നമ്മൾ അത്ര തന്നെ ഒരു കതുമ്പുറത്ത് ആർക്കില്ല. ഹനഫി മദ്ഹബിലില്ല. പക്ഷേ അവര് ചില മദ്ഹബിൽ ഒന്നുണ്ടാക്കി ഇങ്ങനെ പള്ളിക്കൊക്കെ ഇങ്ങനെ വരുമ്പോ നിയ്യത്ത് വെച്ചാൽ മദീനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ആൾക്കാരോട് ജമാഅത്തായി തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? അത് മറ്റൊരു ചർച്ചയാണെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. അത് നമ്മളെ ജമാഅത്തിന്റെ ചർച്ചയിലേക്ക് പോകുമെന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ആകത്തുക പറഞ്ഞതെന്താ? മദ്ഹബ് മാറണമെങ്കിൽ അതൊരു പ്രയാസകരമായ ഘട്ടത്തിൽ ആവാം. അല്ലാതെ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ഇവിടെ അരി വാങ്ങാൻ പോകാൻ നേരമില്ല.
ഇവൻ ഈ സക്കാത്തിന്റെ അരി വാങ്ങാൻ പോകാൻ നേരമില്ലാത്തവനിക്ക് കപ്സന്റെ അരി വാങ്ങാൻ പോകാൻ നേരമുണ്ട്, കുഴിമന്തിന്റെ അരി വാങ്ങാൻ പോകാൻ നേരമുണ്ട്. ഓർക്ക് നേരമില്ലാത്തത് വിത്ത് സക്കാത്തിന്റെ അരി വാങ്ങാനോ പോകാൻ നേരമില്ലായുള്ളൂ. എന്നിട്ടോന് ഈ ന്യായം പറഞ്ഞെങ്ങാണ്ട് വിത്ത് സക്കാത്ത് കാശ് കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് വളരെ ഗൗരവത്തിൽ പറയുന്നു, തോന്നുമ്പോ മാറാനുള്ളതല്ല മദ്ഹബ്. തോന്നുമ്പോ മദ്ഹബ് മാറിയാൽ ഒരു മദ്ഹബുമില്ലാതെ അമല് ആഖിറത്തിൽ ബാത്തിലായി പോകും. അതുകൊണ്ട് ഹനഫി മദ്ഹബിലേക്ക് മാറേണ്ട ഘട്ടത്തിൽ നമ്മുടെ നാട്ടില് മുഖ്യാഹാരമായി നൽകപ്പെടേണ്ട ഭക്ഷ്യവസ്തു ഒരു നിലക്കും എവിടെന്നും കിട്ടാനില്ലാത്ത ഒരു സാഹചര്യത്തില് ഹനഫി മദ്ഹബ് സ്വീകരിച്ച് അതിലേക്ക് മാറാം. പക്ഷേ അവരെന്ത് വേണം? ഹനഫി മദ്ഹബില് സക്കാത്തിന്റെ അവകാശങ്ങളെ കുറിച്ച് ആദ്യം പഠിക്കണം. സക്കാത്തിന്റെ അവകാശികളുടെ വിഷയത്തിൽ എതിരുന്തോല്യെന്ന് അറിയില്ല, നോക്കേണ്ട വിഷയ. ചിലപ്പോൾ ഷാഫി മദ്ഹബ് പ്രകാരം ഫക്കീർ എന്ന് പറഞ്ഞാൽ ഇന്ന ആളാണ്, ഷാഫി മദ്ഹബ് പ്രകാരം മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഇന്ന ആളാണ്, അല്ലെങ്കിൽ സക്കാത്തിന്റെ അവകാശികൾ ഇന്നിന്ന ആൾക്കാരാണ്. അത് തന്നെയാണോ ഹനഫി മദ്ഹബിലുള്ള സക്കാത്തിന്റെ അവകാശികൾ? ഇതെല്ലാം പഠിക്കണം. ഞാൻ ഒന്നുകൂടി ഒരു വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾ അറിയിക്കാൻ വേണ്ടി ഞാനിത് കിതാബ് നോക്കിയാൽ കാണൂല, ഒരു വലിയൊരു കാര്യപ്പെട്ട ഉസ്താദ് പറയുന്നത് ഞാൻ കേട്ടതാ. മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അവരത്തെ ദറജ അല്ലാഹു തആല ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. മഹാനുഭാവനോടൊപ്പം സ്വർഗീയ ലോകത്ത് ആനന്ദിക്കാനുള്ള ഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. മഹാനുഭാവൻ ഹജ്ജിനോ ഉംറക്കോ പോയത്തല്ലേ, അങ്ങനെ മത്താഫിൽ നിന്ന്, മത്താഫിനാ നമ്മൾ തവാഫ് ചെയ്യുന്ന സ്ഥലം, ആ സ്ഥലത്തിൽ നിന്ന് 3 പ്രാവശ്യം ഒലുണ്ടാക്കാൻ പോയി. പെണ്ണുങ്ങളെ തൊട്ട കാരണം ഒലു മുറിഞ്ഞിട്ട്, പെണ്ണുങ്ങളെ തൊട്ടിട്ട് തവാഫ് ചെയ്യുമ്പോ സ്ത്രീകളുമായി തൊട്ട കാരണം ഒലു മുറിഞ്ഞ കാരണത്താൽ 3 പ്രാവശ്യം മത്താഫിൽ നിന്ന് ഒലുണ്ടാക്കാൻ പോകാനുള്ള വിഷമം ഈ ക്ലാസ് റൂമിലുള്ള 99.4% ആൾക്കാർ ഉമ്മക്ക് പോയവല. ആ വിഷമങ്ങളൊന്ന് ആലോചിച്ച് നോക്കാനി. മത്താഫിൽ നിന്ന് ഒലു മുറിഞ്ഞാല് ആ ഒലു ഉണ്ടാക്കി വേണമെങ്കിൽ പണി എത്ര എടുക്കണം? അത് പ്രത്യേകിച്ച് ശംസുൽ ഉലമയെ പോലത്ത ആ ഒരു പ്രായാധിക്യമുള്ള ഒരു പണ്ഡിതന്റെ അവസ്ഥയും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കാനി. ഒരു ചെറുപ്പക്കാരെന്ന് തന്നെ സാധിക്കൂല. ചിലപ്പോ ഞാനൊക്കെ ഇങ്ങനെ ആദ്യം ഞാനിപ്പോ റംളാനിലൊക്കെ നമ്മള് തറാവി അല്ല എന്താണ് ജുമാക്കൊക്കെ ചെന്നാല് പ്രത്യേകം ദ്വാരിക്കണം, അബ്ബേ ഒന്നും മുറിയാതിരിക്കണേന്. കാരണം ആ മക്കത്തെ ഹറമെന്നൊക്കെ നമ്മൾ കഅബന്റെ അടുത്ത് നമുക്കൊരു ജുമായ്ക്കൊരു അവസരം കിട്ടി, ഇരിക്കാനൊരു അവസരം കിട്ടി. അതിന്റെ ഇടയിലൊക്കെ ഒന്നും മുറിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് യാതൊരു മാർഗം പിന്നെ ഈ ദുന്യാവില് പിന്നെ ആ കഅബന്റെ അടുത്തേക്ക് എത്തുന്ന നമുക്കറിയില്ല. അതല്ലേ? അപ്പൊ അത്രയും വിഷമ. ആ സമയത്ത് ആരോ ശംസുൽ ഉലമയോട് ചോദിച്ചത്രേ, മദ്ഹബൊന്ന് മാറിക്കൂടേ? കാരണം ഹനഫി മദ്ഹബില് എന്താണ് പെണ്ണുങ്ങളെ തൊട്ടാലോലും മുരീല, മദ്ഹബൊന്ന് മാറിക്കൂടേ എന്ന് ചോദിച്ചപ്പോ ശംസുൽ ഉലമ പറഞ്ഞ മറുപടി അതൊക്കെയും പ്രയാസല്ലേ. ശംസുൽ ഉലമക്ക് കിതാബില്ലാൻറ്റ, ശംസുൽ ഉലമക്ക് ഫിഖ് തിരിയാൻറ്റ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് വിത്ർ സക്കാത്തിന്റെ ചർച്ചയിൽ ഇത്ര ഗൗരവത്തിൽ പറയാൻ കാരണം, നമ്മുടെ വിത്ത് ഞാൻ അതിന്റെ ഗൗരവം നാട്ട അറിയിച്ച്, ഇത് നമ്മുടെ നോമ്പ് മഖബൂലാവാനുള്ളൊരു അമലാണ്. നമ്മുടെ ആഖിറത്തിൽ നമുക്ക് വിജയിക്കാനുള്ള ഈ വിശുദ്ധമായ റമളാനിന്റെ അവസാന ഭാഗത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇബാദത്ത്, ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ് വിത്ർ സക്കാത്ത്. അതാരുതെങ്കിലും വാക്കുകേട്ട്, ഏതെങ്കിലും വഹാബികളുടെ വാക്കുകേട്ട് നമ്മളൊരു തലേ ദിവസം 3 കിലോ അരി വാങ്ങാൻ പോവാനുള്ളൊരു വിഷമം ആലോചിച്ച് അതൊക്കെ പത്തലും മതി, അങ്ങനെയൊക്കെ അഭിപ്രായമല്ലേ, അവരൊക്കെ മൊയ്ലിയന്മാർ ഇങ്ങനെയും ചെയ്യുന്നില്ലേ എന്നൊന്നും പറഞ്ഞ് ഒരു തമാശയാക്കി തള്ളേണ്ടതല്ല. അതുകൊണ്ടാണ് ഞാൻ ശംസുൽ ഉലമയുടെ വാക്ക് പറഞ്ഞത്, മദ്ഹബ് മാറുന്നത് അതൊക്കെ പ്രയാസകരമല്ലേ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആ ഒരു വിഷയം കുറെ സമയമായിട്ടുണ്ട്, നിങ്ങൾക്ക് വെറുപ്പായിട്ടുണ്ടാവുമെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഈ ഒരു വിഷയം ഇനി മറ്റേതെങ്കിലും ഒരു സമയത്ത് ആരെങ്കിലൊക്കെ കേൾക്കുമ്പോ ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം തിരിയാനാണ് ഞാൻ ഈ കാര്യം പ്രത്യേകിച്ച് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ അമലു മഖബൂലാവാൻ സൗമു റമളാൻ, വിശുദ്ധമായ റമളാനിലെ നോമ്പ്, അത് മുഅല്ലഖുൻ ബന്ധിപ്പിക്കപ്പെട്ടതാണ്. ബൈന സമാഇ വൽ അർളി, ആകാശഭൂമികളുടെ ഇടയിൽ. ലാ യുർഫഉ, ആ നോമ്പിനെ ഉയർത്തപ്പെടുകയില്ല.
ഇല്ലാ ബിഫിത്രി സക്കാത്തി, ഫിത്ർ സക്കാത്ത് കൊടുക്കൽ കൊണ്ടല്ലാതെ ഈ നോമ്പിന് നമുക്ക് പ്രതിഫലം കിട്ടൂല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനാ പ്രവർത്തകർ പറയുന്നത് കേട്ട് ഒരാളും ഇത്തരം വിഷയത്തിൽ വഞ്ചിതരാവരുത് എന്ന് മാത്രം ഞാൻ അറിയിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, ഞാൻ രണ്ടാമത്തെ ഇഷ്കാലും ഭാഗത്ത് തീർക്കട്ടെ. സ്ഥലബൽ ആരും അരി വാങ്ങുന്നില്ല, കാശ എല്ലാവരും വാങ്ങുള്ളൂ അല്ലെ? ഈ വിഷയവുമായി പറയുമ്പോ ഇവിടെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താണ്? ഇവരാരും എന്ത് വാങ്ങുന്നില്ല? അരി ആരും അങ്ങനെ വാങ്ങൂല. അതങ്ങനെ തന്നെയല്ലേ? അതിപ്പോ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ തന്നെയല്ല. എല്ലാവർക്കും കാശിത്യ സൗകര്യമാണ്, അവനക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം എന്നായിരിക്കും ഉദ്ദേശം. ഇവിടെ മസല എന്താണല്ലോ, നമ്മൾ വിത്ർ സക്കാത്ത് കൊടുക്കേണ്ട സ്ഥലത്ത് അത് ആ ഒരു മസല തിരിയണമെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു മസലയിലേക്ക് ഞാൻ ഇറങ്ങി വരാം. എവിടെയാണ് വിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ട ഒരുപാട് അമ്മോഷന്മാരുണ്ടാവും ഈ ക്ലാസ് റൂമിൽ അല്ലേ? മക്കള് കല്യാണം കഴിച്ചവര്, അങ്ങനെ അമ്മോഷന്മാരുണ്ടാവും. ഭാര്യ പ്രസവത്തിന് വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോയവരുണ്ടാവും. എല്ലാം ഇതിന്റെ മത്തം പോലെ ആവാൻ ഇക്കൊല്ലം അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഭാര്യ ചിലപ്പം പ്രസവിക്കാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ വേറെന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കും, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ആളില്ലാത്തതിന്റെ പേരിൽ ഒറ്റക്കാരന്റെ പേരിൽ പെരുന്നാൾക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. അവരോടൊക്കെ ഞാൻ പറയുന്നു, യഥാർത്ഥത്തിൽ വിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എവിടെയാണ്? മാസപ്പിറവി കാണുന്ന സമയത്ത്, ശവ്വാൽ മാസപ്പിറവിയുടെ നേരത്ത് ഒരാൾ എവിടെയാണോ അവിടെയാണ് വിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അല്ലാതെ സ്വന്തം രാജ്യെന്നോ അതൊന്നുമല്ല ഇവിടെ നോട്ടം. ഞാൻ ആ ഒരു മസ്തല തിരിയാൻ സാധുവായ ഞാൻ കൈപ്പുറം എന്ന രാജ്യത്താലോ ഞാനുള്ളത്. ഞാൻ റമളാൻ 29 അന്ന് എന്ത് ചെയ്തു? ഞാൻ അങ്ങനെ ചെയ്യാറില്ലട്ടോ. ഞാൻ അതിനുള്ളൊക്കെ മുമ്പ് ചെയ്യാറുണ്ട്. ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ചില സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നോമ്പ് ലാസ്റ്റ് ദിവസം അങ്ങാടിക്കൊക്കെ പോകും. ചിലപ്പോ നമ്മൾ അസംസ്കാരം കഴിഞ്ഞിട്ട് അങ്ങാടിക്ക് പോയതായിരിക്കും. കൊപ്പം ടൗണിലേക്ക് പോയാലോ സാധനം വാങ്ങാൻ ബൈക്കുണ്ട് അല്ലെങ്കിൽ കാറുണ്ട്, നോമ്പ് തുറക്കുമ്പോഴേക്ക് വീട്ടിലെത്താം എന്ന നിലക്കായിരിക്കും നമ്മൾ പോയിരിക്കുക. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ബ്ലോക്കിൽ കുടുങ്ങി, അല്ലെങ്കിൽ എന്തെങ്കിലും യാദൃശികമായി നോമ്പ് തുറക്കുന്ന നേരത്ത് നമ്മുടെ രാജ്യത്തല്ല. ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് ആ വിഷയം തിരിയാണ്. ഞാൻ കൈപ്പുറത്താണ്. ഞാനൊരു തുണി എടുക്കാൻ വേണ്ടി, എനിക്ക് പെരുന്നാൾക്ക് മാറ്റാനുള്ള തുണി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊപ്പത്തേക്ക് പോയതാ, അല്ലെങ്കിൽ വളാഞ്ചേരിയിലേക്ക് പോയതാണ്. പക്ഷേ ഞാൻ നോമ്പ് തുറക്കുമ്പോഴേക്ക് വീട്ടിലെത്താമെന്നാണ് വിചാരിച്ച പോയത്. പക്ഷെ എനിക്ക് വീട്ടിലെത്താൻ കൂടിയില്ല. വളാഞ്ചേരിയിൽ നോമ്പ് 29 അന്ന്, അല്ലെങ്കിൽ നോമ്പ് 30 അന്ന്, അങ്ങനെയാവാം. നോമ്പ് 30 അന്നാവാം, അല്ലെങ്കിൽ നോമ്പ് 29 അന്ന്. നോമ്പ് 29 അന്ന് ഞാൻ വളാഞ്ചേരിയിലുള്ളത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നോമ്പ് തുറന്ന് നിസ്കാരക്കും കഴിഞ്ഞ് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പന്ത് ശവ്വാൽ മാസപ്പിറവി കണ്ട റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഖാലിമാർക്കും പ്രഖ്യാപിച്ചു അത് തക്ബീറക്കും കേൾക്കല്. ഞാൻ വാസ്തവത്തിൽ വിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എവിടെയാണ്? വളാഞ്ചേരിയിലാണ്. എന്റെ രാജ്യം കൈപ്പുറത്താ. അപ്പൊ ഞാൻ വിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് വളാഞ്ചേരിയിലാ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ ഒന്നുകൂടി മസ്തല ഗൗരവത്തിൽ പറഞ്ഞാൽ എങ്ങനെ വരും? ഞാൻ റമളാൻ 29 അന്ന് സൂര്യൻ അസ്തമിച്ച് ഏകദേശം 8 മണി വരെ ഞാൻ വളാഞ്ചേരിയാണുള്ളത്. പക്ഷെ ഞാൻ ഉണ്ടാക്കി അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ വീട്ടിലെത്തി നോക്കുമ്പോ 9:30 മണിയായിക്കണ്. പക്ഷെ അപ്പോഴാണ് മാസപ്പിറവി അതിന്റെ വിവരം അറിയുന്നത്. അതിപ്പോ നമ്മൾ ചെയ്യൂലേ വേറെ മസ്തലത്തോ. ഞാൻ ഈ മസ്തല തിരിയാൻ വേണ്ടി പറയാൻ ആരും പോകരുത്. ഭാര്യ സന്താനങ്ങളുടെ സക്കാത്ത് കൊടുക്കുമ്പോ ആരാണ് നിയ്യത്ത് വെക്കേണ്ടത് എന്നാണ് അടുത്ത ചർച്ച. അതെന്റെ പ്രിയപ്പെട്ട ഗൾഫുകാരെ എല്ലാവരും കേൾക്കേണ്ട ഒരു മസ്തലയാണ്. അപ്പൊ ഞാൻ കുറച്ചൊക്കെ അത് കേട്ടിട്ട് പോവാച്ചിട്ട് കാത്തിരിക്കുന്നവരുണ്ടാവും. അപ്പൊ കുറച്ചും പാടെ ആൾക്കാർ ക്ലാസ് റൂമിൽ ഉണ്ടാവുമല്ലോ വെച്ചിട്ട് തന്നെ ഞാനത് പറയാൻ കുറച്ച് വൈകിച്ച് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒറ്റടിക്കാണ്ട് പെട്ടെന്ന് കടത്തി വറക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറയുന്നത് എന്താണ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഞാനിങ്ങോട്ട് 9:30 കൈപ്പുറത്തേക്ക് പോന്നു. 9:30 കൈപ്പുറത്തേക്ക് പോന്നു. അപ്പോഴാണ് മാസപ്പിറവിയുടെ വിവരം അറിയുന്നത്. വാസ്തവത്തിൽ ഈ മാസപ്പിറവി എപ്പണ്ടായതാ? ഈ മാസപ്പിറവി പബ്ലിക്കിൽ പലവരും എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ അധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് ഇപ്പൊ ശ്രദ്ധിക്കുന്നില്ല. എന്റെ വിശദീകരണം കഴിഞ്ഞ സമയത്തിനനുസരിച്ച് ഞാൻ മൈക്ക തരാം. അല്ലെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെയും നമുക്ക് സംശയങ്ങൾ തീർക്കാനുള്ള അവസരം ഉണ്ടാകും എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുന്നു. ഞാൻ 9:30 വീട്ടിലെത്തി. പക്ഷെ നോമ്പ് തുറക്കുന്ന സമയത്ത് റമളാൻ 29 സൂര്യൻ അസ്തമിച്ച നേരത്ത് ഞാൻ വളാഞ്ചേരിയില.
പക്ഷെ ഞാൻ മാസപ്പിറവിയുടെ വിവരം അറിയുന്നത് വീട്ടിലെത്തിച്ച. അപ്പം എനിക്ക് സക്കാത്ത് നിർബന്ധമാവുന്ന നേരത്ത് വാസ്തവത്തിൽ ഞാൻ എവിടെയാണ്? വളാഞ്ചേരിയില. വാസ്തവത്തിൽ അവിടെ മസ്തല എന്താണ് അറിയങ്ങള്? ഞാൻ നേരെ ഈ വളാഞ്ചേരിയിലേക്ക് പോവണം. എന്നിട്ട് ആ വളാഞ്ചേരിയിൽ ഞാൻ സക്കാത്ത് നിർബന്ധമാവുന്ന രാജ്യത്തുള്ള സക്കാത്തിന്റെ അവകാശികൾ ആരോ അവർക്കാണ് വാസ്തവത്തിൽ ഈ വിത്തു സക്കാത്ത് കൊടുക്കേണ്ടത്. പക്ഷെ ഞാനിപ്പോ അവരെ രണ്ടാം കൗല് നോക്കാൻ നിൽക്കും. സക്കാത്ത് വേറൊരു സ്ഥലത്തും കൊടുക്കാനുള്ള അഭിപ്രായത്തുമ്പോ കൂടുതൽ ചെയ്യുള്ളൂ. കാരണം ഇനി വളാഞ്ചേരിക്ക് ബസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ വന്ന് വളാഞ്ചേരിക്ക് ലാസ്റ്റ് ബസ് 9 മണിക്കാ, ഇവിടെ 9:30 മണി അയക്കണേ. ഇനിയിപ്പോ വിത്തു സക്കാത്ത് കൊടുക്കണമെങ്കിൽ വളാഞ്ചേരി പോകണം. വളാഞ്ചേരി പോകണമെങ്കിൽ 200 രൂപയ്ക്ക് ഓട്ടോറിക്ഷക്ക് കൊടുക്കണം. ഇതിപ്പോ വളാഞ്ചേരിക്ക് എത്തിക്കണമെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരു വിഷയം വരും. അയിങ്ങൾ കുടുങ്ങണ്ട. ഷാഫി മദ്ഹബിൽ അംഗീകരിക്കാവുന്ന കൗലിലേക്ക് നമുക്ക് മാറാം. കാരണം അത് ഈ ഭാഗത്ത് ഞാൻ ഉദ്ധരിക്കുന്നുണ്ട്. ഷാഫി മദ്ഹബില് 3 മസ്അലകൾക്ക് മുഅ്തമദിനെതിരെയുള്ള 3 മസ്അലകൾ മദ്ഹബിൽ ഫത്വ നൽകപ്പെടുന്ന ഒരു മസ്അലയാണ് സക്കാത്ത് മറ്റൊന്നിനകത്ത് കൊടുക്കാമെന്നുള്ളത്. അപ്പൊ ഏതായിരുന്നാലും അതൊക്കെ നമ്മൾ കുടുങ്ങിയ കല്ലിക്ക് ചിലപ്പോൾ നമ്മുടെ മദ്ഹബിൽ തന്നെ അംഗീകരിക്കാവുന്ന കൗലുകളിലേക്ക് ചിലപ്പോൾ മാറേണ്ടി വരും. അപ്പൊ വാസ്തവത്തിൽ വിത്തു സക്കാത്ത് കൊടുക്കേണ്ടത് എവിടെയാണ്? ഈ വ്യക്തി സക്കാത്ത് നിർബന്ധമാവുന്ന സമയത്ത് ഏത് രാജ്യത്താണോ അവിടെ കൊടുക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ സ്വന്തം രാജ്യത്ത് നിന്ന് അവളുടെ വീട്ടിലാണുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ മരുമകൾ പ്രസവാവശ്യാർത്ഥം എവിടെയാണുള്ളത്? അവളുടെ വീട്ടിലാണുള്ളത്. വാസ്തവത്തിൽ അവരുടെ വിത്തു സക്കാത്ത്, അവളുടെ വിത്തു സക്കാത്ത്, അല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്കും വിത്തു സക്കാത്ത് കൊടുക്കണമല്ലോ. കുട്ടികൾക്കൊക്കെ വിത്തു സക്കാത്ത് കൊടുക്കണം. ഇപ്പൊ അയാൾക്കും സംശയമില്ല. എനിക്കൊക്കെ നല്ല അറിയാം. ഒരു 10 കൊല്ലം മുന്നേ സാധുവായ ഞാൻ പല സ്ഥലങ്ങളിലേക്കും ക്ലാസ്സിന് പോകുമ്പോ ആ സദസ്സിൽ നിന്ന് വയസ്സായ ചില സഹോദരിമാർ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഉസ്താദേ, മദ്രസ പഠിക്കുന്ന കുട്ടികൾക്ക് വിത്തു സക്കാത്ത് കൊടുക്കണമെന്ന്. അങ്ങനെയൊക്കെ ഒരു സംശയമുള്ള കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ കുട്ടികൾക്കും ഭ്രാന്തനാണെങ്കിലും ചെറിയ കുട്ടിയാണെങ്കിലും മുല കുടിക്കുന്ന കുട്ടിയാണെങ്കിലും പ്രസവിച്ച ഉടനെയാണെങ്കിലൊക്കെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണെന്ന് എനിക്ക് നല്ല അനുഭവമുണ്ട്. പല സഹോദരിമാരും ചോദിച്ചത് മദ്രസ പഠിക്കുന്ന കുട്ടികൾക്ക് സക്കാത്ത് കൊടുക്കണമെന്നൊക്കെ. അപ്പൊ ചെറിയ കുട്ടികൾക്കൊക്കെ വിത്തു സക്കാത്ത് കൊടുക്കണ്ട എന്ന് ധരിച്ചു വെച്ചിരുന്ന കാലഘട്ടവും നമ്മുടെ കേരളത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീയാണെങ്കിൽ കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിന് സക്കാത്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ വാസ്തവത്തിൽ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയും, എന്താ ഒരു പ്രയാസം? നമ്മുടെ ഷാഫി മദ്ഹബിലെ മുഅ്തമദായ അഭിപ്രായ പ്രകാരം അത് കൊടുക്കാൻ സൗകര്യമുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഭാര്യ അവളുടെ വീട്ടിൽ പ്രസവിച്ച് കിടക്കുകയാണ്, അല്ലെങ്കിൽ മരുമകൾ അവളുടെ വീട്ടിലേക്ക് പോയതാണ് എന്തോ ആവശ്യത്തിന്, പെരുന്നാൾക്ക്, റമദാനിന്റെ പെരുന്നാളിന്റെ 2 ദിവസം മുന്നേ അവിടെ പോയതാണ്, ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ടേ തിരിച്ചു വരികയുള്ളൂ. ഒരു കാര്യം ചെയ്യാമല്ലോ, നമ്മൾ എന്തെല്ലാം അധ്വാനിക്കുന്നു. നമ്മുടെ വീടിന്റെ നിലം പണിക്ക്, ഞാൻ ആ ഒരു ഉദാഹരണം തന്നെ വീണ്ടും വീണ്ടും പറയുമ്പോ നിങ്ങൾക്ക് വിഷമമുണ്ടാകും എന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ ഇല്ലാന്നും തോന്നുന്നു. നമ്മുടെ വീടിന്റെ പണിക്ക് ചിക്ക് ബാങ്കിൽ പോയിട്ട് ഗ്രാനൈറ്റ് കൊണ്ടുവരാൻ നമുക്ക് വിഷമല്ലെങ്കിൽ, ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം ഈ വിത്തു സക്കാത്ത് എന്റെ ഭാര്യന്റെ നാട്ടിലാണ്, ഓലെന്റെ ഭാര്യന്റെ നാട്ടിലാണ്, എന്താപ്പത് എത്തിച്ചു കൊടുക്കാൻ വിഷമം? എന്താപ്പതൊരു പ്രയാസം? നമ്മളൊരു അമല് അതിന്റെ ഒരു ശരിയായ രൂപത്തിലാവല്ലേ? അതപ്പോ അങ്ങനൊരു കൗലില്ലേ? എന്നാ ഈ കൗല് പ്രകാരം നമ്മൾ അവർക്ക് തുണിങ്കുപ്പായി എത്തിച്ചു കൊടുത്തില്ലേ? അല്ലേ? നമ്മൾ അവർക്ക് തുണിങ്കുപ്പായി എത്തിച്ചു കൊടുത്തിട്ടുണ്ടാവും. കൂട്ടത്തിൽ ഞാൻ ഒരു വിഷയം എപ്പോ ഓർമ്മ വന്നത്, ഇപ്പോൾ കിട്ടിയ വാർത്ത എന്ന നിലയ്ക്ക് ഞാനൊരു വിഷയം ഓർമ്മ വരിക. ചിലപ്പോ നമ്മൾ നിക്കാഹ് ചെയ്തിട്ട സ്ത്രീകളുണ്ടാവും, അല്ലേ? ചിലപ്പോ നമ്മൾ നിക്കാഹ് ചെയ്തിട്ടുണ്ടാവും, വയസ്സ് പൂർത്തിയാവാത്തതിന്റെ പേരിൽ കൂട്ടിക്കൊന്നിട്ടുണ്ടാവൂല. അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ പെൺകുട്ടികളുണ്ട്. ഇവന്റെ മകൻ നിക്കാഹ് ചെയ്തിരിക്കുന്നു, പക്ഷെ ആ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ല. കറുത്ത കൊല്ലാണ് കൂട്ടിക്കൊണ്ടതില്, അല്ലെങ്കിൽ വയസ്സ് തികയാത്ത വിഷയം. ആ പെണ്ണിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് ഈ ഭർത്താവാണ്. കൂട്ടത്തിൽ അവിടെ ഒരു മസ്അല, അതൊക്കെ ഞാൻ പറയാം, ലാസ്റ്റ് ഇങ്ങനെ തെർത്തീബായി പറയാൻ ഉദ്ദേശിച്ചതാണ്. പക്ഷെ ഓരോന്നും ചാൻസ് കിട്ടുമ്പോ അവിടെ വെച്ച് പറയുമ്പോ നിങ്ങൾക്ക് വിഷയം മനസ്സിലാക്കാൻ കൂടുതൽ ഉപകരിക്കും. ഈ ക്ലാസ് റൂമിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവൂലാന്ന് വിചാരിക്കുക. ചിലപ്പം ഭാര്യയെ 1 തലാക്ക് ചൊല്ലിയവനോ അല്ലെങ്കിൽ 2 തലാക്ക് ചൊല്ലിയവനോ ഉള്ള
ഭാര്യ റജഈയായ ഇദ്ദയിലിരിക്കുന്ന ഭാര്യ, റജഈയായ ഇദ്ദ എന്ന് പറയുമ്പോ പല പ്രാവശ്യം നമ്മൾ അതിന്റെ അർത്ഥം വെച്ചതാണ്. പക്ഷേ കേൾക്കാത്തവരുണ്ടെങ്കിൽ മടക്കിയെടുക്കാൻ പറ്റുന്ന സൗകര്യത്തിൽ തലാക്ക് ചൊല്ലിയത്, ഒരു തലാക്കോ രണ്ടു തലാക്കോ ചൊല്ലിയതാണെങ്കിൽ തിരിച്ചെടുക്കാമല്ലോ. അങ്ങനെ ഇദ്ദയിലിരിക്കുന്ന പെണ്ണാണ്, ആ പെണ്ണിന്റെ ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞിട്ടില്ല, ആ പെണ്ണിന്റെ വിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ഈ ഒരു തലാക്ക് ചൊല്ലിയ പുരുഷൻ അല്ലെങ്കിൽ രണ്ടു തലാക്ക് ചൊല്ലിയ പുരുഷനാണ്. അതുപോലെ തന്നെ ബായിനായ ഹാമിലായ പെണ്ണ്, ഗർഭിണിയായ പെണ്ണിനെ 3 തലാക്കും ചൊല്ലി നോക്കുക. ബായിനായ തലാക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് വിശദീകരിക്കേണ്ടതുണ്ട്. അതായത് തിരിച്ചെടുക്കാൻ പറ്റാത്ത തലാക്ക്. പക്ഷെ ആ പെണ്ണ് ഗർഭിണിയാണെങ്കിൽ ആ പെണ്ണിന്റെ ഇദ്ദയുടെ കാലാവധി കഴിയുന്നത് വരെ ആ പെണ്ണിന് ചെലവിന് കൊടുക്കേണ്ടത് ഈ തലാക്ക് ചൊല്ലിയ പുരുഷനാണ്. പലപ്പോഴും നമ്മുടെ പല സാധാരണക്കാരും ശ്രദ്ധിക്കാതെ പോകുന്ന വിഷയ, തലാക്കല്ലി വിട്ടിട്ടുണ്ടാവും റമളാന്റെ മുന്നേ തലാക്ക് ചൊല്ലി വിട്ടിട്ടുണ്ടാവും. പക്ഷേ പിന്നെ അവളുടെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയില്ല. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പം ഈ KMIC-യിൽ ഇപ്പൊ ഭാര്യയെ 1 or 2 തലാക്ക് ചൊല്ലി ഇദ്ദയിലിരിക്കുന്ന ഭാര്യയുള്ള ഒരൊറ്റാളി ക്ലാസ് റൂമിൽ ഉണ്ടാവൂല. അതാണ് ഒരു മസ്അല പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പോൾ സ്ഥലത്തൊരു മസ്അല പറഞ്ഞു. അപ്പൊ ആദ്യ ആൾക്കാർക്ക് ഭയങ്കര ടെൻഷനായി. എന്താ, ഈ ഇദ്ദയിലിരിക്കുന്ന പെണ്ണ്, ഈ പെണ്ണിന്റെ ഇദ്ദ കഴിയുന്നതിന്റെ മുന്നേ എന്തായി, ഭർത്താവ് മരിച്ച്. എല്ലാം ശ്രദ്ധിക്ക, ഭർത്താവ് മരിച്ചാൽ ഈ ഭർത്താവിന്റെ സ്വത്തിൽ ആർക്ക് അവകാശമുണ്ട്, ഈ പെണ്ണിന് അവകാശമുണ്ട്. ഞാനപ്പോ തന്താൾക്ക് ആദ്യം ഒരു പിടിച്ചില്ല, ഇന്റെ മോന്റെ സ്വത്തിനിപ്പോ ആ തലാക്കല്ലേ ഇദ്ദയിലിരിക്കുന്ന പെണ്ണിന് കൊടുക്കണമെന്നാ, കിട്ടൂലാന്ന് പറഞ്ഞോലുണ്ട് പലരും. അപ്പൊ ഞാൻ പറഞ്ഞു, അവിടെ ഇങ്ങനെയും മസ്തല എന്തിനാണ്, ആ പെണ്ണ് മരിച്ച് ആ പെണ്ണിന്റെ മേത്ത് 50 പവന്റെ പന്തണ്ട്, ആ പെണ്ണിന്റെ മേത്ത് 50 പവന്റെ പന്തണ്ട്, ഈ പെണ്ണിന് കുട്ടികളുമില്ല എങ്കിൽ പെണ്ണ് മരിച്ചാൽ ഭർത്താവിന് പകുതി സ്വത്തിട്ടും. അപ്പൊ ആ ഇദ്ദയിലിരിക്കുന്ന പെണ്ണിന്റെ 25 പവൻ ആഭരണം ഈ പുരുഷനുള്ളതാണ് എന്ന് പറഞ്ഞപ്പോ തന്താറ് പറഞ്ഞ അങ്ങനെ വെച്ചാൽ പിന്നെ മസ്തല അങ്ങനെ തന്നെ ആയിക്കോട്ടേന്ന്. കാരണം ഇങ്ങത്തും തിരിച്ച് കിട്ടുന്ന കണ്ടപ്പോ പിന്നെ മസ്തല അങ്ങനെ ആയിക്കോട്ടെ, അങ്ങത്തും മാത്രമാകുമ്പോ മസ്തലക്ക് മാറ്റം വന്നോട്ടെ. അപ്പൊ നമ്മളൊരു പൊതുവെ നമ്മളൊരു വെപ്പാലോ, കൊടുക്കാനുള്ളത് പറയുമ്പോ നമുക്ക് അത്ര രസമില്ല, കിട്ടാനുള്ളത് പറയുമ്പോ നമുക്ക് വലിയ ഇതേക്കാലം. കാരണം മുമ്പ് വാപ്പ സുഖമില്ലാതെ കിടക്കുമ്പോ കൊടുക്കാനുള്ളത് പറഞ്ഞപ്പോ മക്കൾ പറഞ്ഞു വാപ്പാക്ക് ചെന്നിന്റെ അസുഖമാണ് എന്നാണ്, ഇങ്ങോട്ട് തരാൻ തിന്നപ്പോ വാപ്പാക്ക് ഓർമ്മ വരുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പൊ പൊതുവിൽ ഞാൻ വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെ തലാക്ക് ചൊല്ലിയ സ്ത്രീകളുണ്ടെങ്കിൽ, റജഈയായ തലാക്ക് ചൊല്ലിയ സ്ത്രീകൾ ഇദ്ദയിലിരിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആരും ഹാമിലായ ഗർഭിണിയായ ബായിനായ തലാക്ക് ചൊല്ലപ്പെട്ട പെണ്ണിന്റെ ചെലവിന് കൊടുക്കല് ഈ ഭർത്താവിന് നിർബന്ധമായതുകൊണ്ട് അവരുടെ വിത്ർ സക്കാത്തും ഈ തലാക്ക് ചൊല്ലിയ പുരുഷനാണ് നൽകേണ്ടതെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറയുന്നത്, നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ആ ഒരു നിക്കാഹ് ചെയ്തവർക്ക് ഒന്നും കൂടി ശ്രദ്ധിക്കുക. ആ നിക്കാഹ് ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് പെരുന്നാളിന്റെ ഭാഗമായി വസ്ത്രം എത്തിക്കും. എന്റെ പല നാടുകളിലും ഉപകരിച്ചൊരു മസ്അലയാണിത്. നമ്മൾ ആ വസ്ത്രം എത്തിക്കുമ്പോ അതിന്റെ കൂട്ടത്തിൽ വിത്ർ സക്കാത്തും കൊടുത്താച്ചാലേ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു സന്തോഷമാണത്. അതല്ല ദീനിയായ ഒരു ജീവിതം. ഇന്റെ ഭാര്യയെ നിക്കാഹ് ചെയ്ത അവളുടെ വീട്ടിലാണ്, വയസ്സ് തികയാത്തത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ല. ഗവൺമെന്റിന്റെ കണക്കിൽ പ്രായപൂർത്തിയാവണമെങ്കിൽ 4 മാസം കഴിയണം. ഇവൻ തലാക്കി അല്ല നിക്കാവും കഴിഞ്ഞ് ഗൾഫ് പോയതാണ്. എന്തായാലും നമ്മുടെ നാട്ടിലൊരു ആചാരമാണ് നിക്കാഹ് ചെയ്ത പെൺകുട്ടി ഇനി ആ നിക്കാഹിന് ശേഷം വരുന്ന പെരുന്നാളാഘോഷങ്ങള് നിക്കാവും ചെയ്യേണ്ട ഇന്നത്തെ കാലത്ത് കല്യാണം ഉറപ്പിച്ചാൽ തന്നെ അതിന്റെ ശേഷം വരുന്ന ആഘോഷ ദിവസങ്ങളിലുള്ള ആഘോഷ ദിവസങ്ങളിലുള്ള വസ്ത്രങ്ങള്, പിന്നെ ഈ പുതിയാപ്പന്റെ കൂട്ടക്കാരെ വകേന്. അപ്പൊ നമ്മളൊരു പണി ചെയ്യുക, ഈ പെണ്ണിന്റെ നിക്കാഹ് ചെയ്ത പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിക്കുള്ള പെരുന്നാക്കുള്ള തുണിങ്കുപ്പായ നമ്മൾ എത്തിച്ചു കൊടുക്കുമ്പോ ഒരു പണി ചെയ്യുക, വിത്ർ സക്കാത്ത് ഒപ്പം കൊടുത്താച്ചാൽ എന്നിട്ട് പറയാ, ഈ വിത്ർ സക്കാത്ത് പെരുന്നാൾ മാസം കണ്ടതിന് ശേഷം അന്റെ നാട്ടിൽ കൊടുത്താലാ. അതിന് വക്കാലത്തിന്റെ മസ്അല ഞാൻ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് എല്ലാവരും പോയാൽ മതി. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് വളരെ വ്യക്തമായി പറയുന്നു, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മസ്അലയാണത്. അതായത് സാധിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു നാട്ടിൽ കൊടുക്കാൻ സാധ്യല്ല. അവര് ഞാനൊരു മസ്അല ഇനിയും ഗൾഫുകാർക്ക് വേണ്ടി പറയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പൈസ കൊടുക്കാൻ അവരെ അരി കൊടുക്കാൻ യാതൊരു മാർഗമില്ല, അരി വാങ്ങാൻ ആരുമില്ല.
അരി വാങ്ങാൻ ആരുമില്ല. നമ്മളിപ്പോ ഈ പറഞ്ഞ മസല എന്താ, എവിടെയാണോ ഈ വ്യക്തി സക്കാത്ത് നിർബന്ധമാവുന്ന നേരത്ത് ഏത് രാജ്യത്താണോ ആ രാജ്യത്താണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഗൾഫിൽ സക്കാത്ത് കൊടുക്കണം, അവിടെ ആരും അരി വാങ്ങുന്നില്ല, എല്ലാവരും കാശേ വാങ്ങുള്ളൂ. അവിടെ മസല എന്താ, അരി വാങ്ങാൻ ഒരു മഹല്ലത്തിൽ ഒരു രാജ്യത്ത് ആളില്ലെങ്കിൽ അടുത്ത രാജ്യത്ത് കൊണ്ടുപോയിട്ട് അരി കൊടുക്കണം. ഫിത്ർ സക്കാത്തിന്റെ മസല എന്റെ ഗൾഫുകാർ നല്ലോണം ശ്രദ്ധിക്കാം. അരി വാങ്ങാൻ ആളില്ല എന്നതിന്റെ പേരിൽ കാശ് കൊടുക്കുന്നവരോട് ഞാൻ പറയുന്നു, അതിന്റെ മസല എങ്ങനെയാണ്? നമ്മളുടെ റൂമിന്റെ ചുറ്റുഭാഗത്ത് ഒരാളും അരി വാങ്ങാൻ ആളില്ല എങ്കിൽ അരി വാങ്ങാൻ പറ്റാവുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഫിത്ർ സക്കാത്ത് ഷാഫി മദ്ഹബ് പ്രകാരം അരി തന്നെ കൊടുക്കണം. എന്റെ റൂമിന്റെ ചുറ്റുഭാഗത്ത് ഇനി ഒന്നുമില്ലെങ്കിൽ നാട്ടിൽ കാഴ്ചാല് നിങ്ങൾ അരി വാങ്ങാൻ ആളില്ല എന്നതിന്റെ പേരിൽ ആരും കാശ് കൊടുക്കണ്ട. കൈപ്പോത്ത് ഇഷ്ടം പോലെ ആളുകളുണ്ട്. അരി കൊടുത്തിട്ട് അയാൾക്ക് വിറ്റു, അതൊക്കെ അയാൾ ചെയ്യണ്ട, അതൊരു ചോദ്യമാണ്. ഏതായാലും വിഷയവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം പബ്ലിക്കിൽ കണ്ടതുകൊണ്ട് പറയാണ്. ഒരാള് നിക്കുവരെ ആൾക്കാർ ഫിത്ർ സക്കാത്ത് തന്നു. സുബ്ഹാനല്ലാഹ്, അബൂ റയ്യാനല്ലേനും വിചാരിച്ച് നല്ലൊരു മനുഷ്യനാണ്, എന്തായാലും ഇത്ര നല്ലൊരു മനുഷ്യൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് എല്ലാരും പാടെ ഫിത്ർ സക്കാത്ത് തന്ന്. ഇതിപ്പോ ഞാനിങ്ങനെ നോക്കുമ്പോ ഇതിപ്പോ പൂക്കും. അടുത്ത കൊല്ലം റംളാൻ വരെ തിന്നന്റെ ഫിത്ർ അരിന്റെക്കുണ്ട്. നിക്കത് വിറ്റ് കാശാക്ക, അയച്ചിട്ട് നിങ്ങൾ വേച്ചാറാണ്ട. എനിക്ക് കിട്ടിയ ഫിത്ർ സക്കാത്ത് ഞാനത് ചോദിച്ച് തിന്നണമെന്ന് അങ്ങനെ ഒരു മസലയില്ല. സക്കാത്ത് കൊടുക്കുന്നത് അരിയാവണം. കിട്ടിയവൻ കിട്ടിയത് ഫുള്ള് ചോറ് വെച്ച് തന്നെ തിഞ്ഞ് പാത്രം വയ്ക്കണം. അങ്ങനെ മസല ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് കുറേ അരി കിട്ടി, എന്റെ ആവശ്യത്തിലധികം 6 മാസക്ക് വെച്ചാലും കഴിയാത്ത അരി കിട്ടി. ഞാനത് കുറച്ചെന്ത് ചെയ്തു, പുറത്തേക്ക് വിറ്റു. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് അരിയാവണം. അപ്പൊ ഞാൻ അവരെ ഒന്നുകൂടി ഉണർത്തുകയാണ്, അരി വാങ്ങാൻ ആളില്ല. അരി വാങ്ങാൻ എന്റെ ഫ്ളാറ്റിന്റെ ചുറ്റുഭാഗത്ത് അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്നതിന്റെ ചുറ്റുഭാഗത്ത് അരി വാങ്ങാൻ ആളില്ല എന്നുള്ളത് കാശ് കൊടുക്കാനുള്ള ന്യായം അല്ല. അരി കൊടുക്കാൻ പറ്റാവുന്ന സ്ഥലത്തേക്ക് നക്കൽ ചെയ്യണം, അല്ലെങ്കിൽ നാട്ടിലേക്ക് വിളിച്ചു അറിയണം. അവരത് ചെയ്യാനാണ് മസല. ഗൾഫിലെ അരി വാങ്ങാൻ ഒരൊറ്റ മനുഷ്യല്ല, എല്ലാരും കാശേ വാങ്ങുള്ളൂ. നേരെ നാട്ടിൽ ഒരാളെ വക്കാലത്താക്കുക. ഏതോ ഇവിടെ അരി വാങ്ങാൻ ആളില്ലാത്തതുകൊണ്ട് ഫിത്ർ സക്കാത്ത് വാങ്ങാൻ മാർഗമില്ല, അതുകൊണ്ട് എന്റെ നാട്ടിൽ ഫിത്ർ സക്കാത്ത് കാശിന് വാങ്ങി അത് നിയ്യത്ത് വെച്ച് കൊടുക്കാൻ അന്നെ ഞാൻ വക്കാലത്താക്കി. ഒരു കുഴപ്പമില്ല, അങ്ങനെയെങ്കിലും ചെയ്യണം. അപ്പൊ വാസ്തവത്തിൽ ഞാൻ ആ ഒരു മസല ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മുടെ വീട്ടില് സക്കാത്ത് കൊടുക്കുമ്പോ ചിലപ്പം ഭാര്യ അവളുടെ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ അവള് ചിലപ്പം മരുമകൾ അവളുടെ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ നിക്കാഹ് ചെയ്ത പെൺകുട്ടിയെ നമ്മൾ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെയൊക്കെയും ഫിത്ർ സക്കാത്ത് യഥാർത്ഥത്തില് സക്കാത്ത് മാസപ്പിറവിയുടെ നേരത്ത് അഥവാ സക്കാത്ത് നിർബന്ധമാവുന്ന നേരത്ത് ഈ വ്യക്തി ഏത് രാജ്യത്താണോ ആ രാജ്യത്താണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇനി അവിടെ ഒരു ഇഷ്കാലി ഞാൻ ഇടയിൽ വെച്ച് തീർക്കാത്തോ, കാരണം അവരൊരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. അത് പലരും ചോദിക്കുന്നതാ. ഞാൻ ഇപ്പൊ വളാഞ്ചേരി സക്കാത്ത് കൊടുക്കാണ്, അപ്പൊ വളാഞ്ചേരിയിലുള്ള ആൾക്കാർക്ക് തന്നെ കൊടുക്കണോ? അങ്ങനല്ല. വളാഞ്ചേരി എന്ന രാജ്യത്ത് ആ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ സ്ഥലത്തുള്ള ആൾക്കാർ കൊടുത്താൽ മതി. ആ നാട്ടേരം തന്നെ ആയിക്കോളുന്നില്ല. അതൊരു മസലയാണ്. അത് നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി പറയാണ്. ചിലപ്പം കേരളക്കാർക്ക് പലപ്പോഴും ഉപകരിക്കും. ഞാൻ വളാഞ്ചേരിയിൽ മാസപ്പിറവിയുടെ നേരത്ത് അഥവാ സക്കാത്ത് നിർബന്ധമായ നേരത്ത് ഞാൻ വളാഞ്ചേരിയാണ്. അപ്പൊ ഞാനൊരു എന്റെ സക്കാത്തിന്റെ അരി ഒരു കടേന് വാങ്ങി അത് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോ ഇന്റെ വേറൊരു നാട്ടുകാരെ അവിടെ ഉണ്ട്, വളാഞ്ചേരി അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇന്റെ നാട്ടിൽപ്പെട്ട ഒരാള് വളാഞ്ചേരി അങ്ങാടിയിൽ നിൽക്കുന്നുണ്ട്. എന്നാ പിന്നെ വലേന്ന് പോയാലും കൊലത്ത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചെങ്ങാണ്ട് ഞാൻ ഇന്റെ ആ നാട്ടേന്ന് സക്കാത്ത് കൊടുത്തു. അതൊരു കുഴപ്പമില്ല. കാരണം എന്താ മസല, സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ പാടില്ല. വേറൊരു സ്ഥലത്തിൽ നിന്ന് ഒരാൾ കൈപ്പുറത്തേക്ക് വന്നു, അവനിക്ക് കൈപ്പുറത്ത് വെച്ച് എന്റെ സക്കാത്ത് കൊടുക്കാം. പക്ഷേ
മറ്റൊരു സ്ഥലത്തുള്ള ആൾക്ക് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഇവിടുന്ന് സക്കാത്ത് അങ്ങോട്ട് പാർസൽ ചെയ്യുക, ഇതാണ് നഖ്ലു സക്കാത്ത്. സക്കാത്തിനെ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സക്കാത്ത് അങ്ങോട്ട് കൊടുക്കല, അല്ലാതെ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന ആൾക്ക് ഇവിടെ വെച്ച് കൈപ്പുറത്ത് കൊടുക്കേണ്ട സക്കാത്ത് വളാഞ്ചേരിയിലുള്ള ഒരാൾ കൈപ്പുറത്ത് വന്നാൽ സക്കാത്തിന്റെ അവകാശിയാണെങ്കിൽ കൊടുക്കാം, അത് നഖ്ലു സക്കാത്തായി പരിഗണിക്കുകയില്ല. സക്കാത്തിനെ നീക്കം ചെയ്യുക എന്ന മസലയിൽ അത് വരുന്നതല്ല എന്ന് സാന്ദർഭികമായി അറിയിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എല്ലാ സാധാരണക്കാരോടും ഒരു മഹത്തായ സുന്നത്താണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം, വിത്റുൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാവുന്ന നേരത്ത് ഒരു വ്യക്തി ഏതു രാജ്യത്താണോ ആ രാജ്യത്താണ് ആ സക്കാത്ത് കൊടുക്കേണ്ടത്. പല സാധാരണക്കാരും ചോദിക്കാറുണ്ട്. കാരണം ഇത് ഒരുപാട് നമ്മുടെ ക്ലാസ് റൂമിൽ നിന്ന് ആരും അങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ സാധാരണ ഗ്രാമപ്രദേശങ്ങളിലുള്ള ക്ലാസുകളിൽ വരുന്ന ഒരു ചോദ്യമാണ്, ഇത് സ്വന്തം നാട്ടിലാണോ സക്കാത്ത് കൊടുക്കേണ്ടത്, അതല്ല ഓലെ കെട്ടിച്ചോട്ടാണോ സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് പല സ്ത്രീകളും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ നാട്ടിലുള്ള പല സഹോദരിമാരും ചിലപ്പോൾ നാലും മറ്റന്നാളെ നിങ്ങൾക്കൊന്ന് വിളിച്ചു ചോദിച്ചും, അല്ല നമ്മളെ മരുവലിപ്പോ പ്രസവിക്കാൻ പോയതല്ലേ, ഓലെ പ്രസവത്തിന് കൊണ്ടുപോയതല്ലേ, അല്ലെങ്കിൽ ഓല വീട്ടിലല്ലേ, മരുവല സക്കാത്ത് ഇപ്പൊ എവിടെ കൊടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോ ഇനി അബൂദയ്യ ഉസ്താദിനൊന്നും ചോദിച്ചോക്കട്ടെ എന്ന് പറഞ്ഞാൽ വെറുതെ ഫോൺ ചെയ്ത് കളയണ്ട എന്ന് വിചാരിച്ച് നാട്ടിൽ നിന്ന് വരുന്ന ഫോണിനുള്ള മറുപടി KMIC ഇപ്പോൾ അറിയിച്ചതാണ്. KMIC അങ്ങനെ ആരും ഇത് ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ഭാര്യ ബന്ധപ്പെട്ടവര് മരുവല സക്കാത്ത് എവിടെ കൊടുക്കേണ്ടത് എന്ന് ചോദിക്കാൻ സാധ്യത വളരെ അധികമുണ്ട്. അതുകൊണ്ട് മരുവല് സക്കാത്ത് നിർബന്ധമാകുമ്പോ എവിടെയാണോ അവിടെ കൊടുക്കലാണ് നല്ലത്. നമ്മൾ അവർക്ക് വസ്ത്രങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വിഷമം സഹിക്കുന്നുണ്ട്, പലതും എത്തിച്ചു കൊടുക്കാൻ വിഷമം സഹിക്കുന്നത് പോലെ എന്തെല്ലാം വിഷമം നമ്മൾ എത്ര പൈസ ചെലവാക്കിയിട്ടുണ്ട് മരുവല പ്രസവത്തിന് കൊണ്ടുപോകാൻ. ആവശ്യമില്ലാതെ 4 ജീപ്പ് ആൾക്കാർ വന്ന് ഭയങ്കര ബിരിയാണിക്കും വെച്ച് വലിയൊരു സംഖ്യ ചെലവാക്കിയിട്ടല്ലേ മരുവല പ്രസവത്തിന് കൊണ്ടുപോയിട്ടുള്ളത്. ആ ഒരു കൂട്ടത്തിൽ മരുവല വിത്റുൽ സക്കാത്ത് എത്തിക്കാൻ ഒരു ശകലം പൈസ ചെലവാകാൻ, ഒരു ഓട്ടോറിക്ഷന്റെ കായ് ചെലവാകുകയാണെങ്കിൽ ഷാഫി മദ്ഹബിലെ മുഅ്തമദായ അഭിപ്രായ പ്രകാരം ഇന്റെ മരുവല സക്കാത്ത് കൊടുത്തത് സഹിയാവാന് ഒരു ഓട്ടോറിക്ഷന്റെ കായ് ഓട്ടോറിക്ഷക്കാരൻ ഒരു വാടക ആയിക്കോട്ടെ, ഇന്റെ മദ്ഹബ് പ്രകാരം മുഅ്തമദ് പ്രകാരമുള്ള ഒരു അമലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഇതൊന്നൊരു പ്രശ്നമല്ല മക്കളെ, അതൊന്നൊരു വിഷയമായി തോന്നൂല. നമുക്ക് ഈ ആഖിറത്തില് എന്റെ ഈ അമല് വളരെ ഉപകാരപ്രദമാവണം, എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞ രൂപത്തിലാവാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാകുമ്പോ അതിനൊരു 10 ഉറുപ്യ അധികം ചെലവാവേണ്ടി വന്നാൽ അതൊരു ചെലവായി കണക്കാക്കാതെ നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ വലിയ വലിയ സംഖ്യകൾ ചെലവഴിക്കുന്നത് പോലെ നമ്മൾ ഈ വിഷയത്തിലും ചെലവഴിക്കാൻ അതിന്റെ യഥാർത്ഥ രൂപത്തിലാവണമെന്ന് പറയുന്നു. ഇനി മറ്റൊരു വിഷയം, അഥവാ സക്കാത്തിലെ ഒരു പ്രധാനപ്പെട്ട നിബന്ധനയാണ് നിയ്യത്ത്. എന്റെ പ്രിയപ്പെട്ട ഗൾഫുകാരൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലൊന്നും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. കഴിഞ്ഞ കൊല്ലൊന്നും ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ കഴിഞ്ഞ കൊല്ലം നമ്മുടെ KMIC അത് പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ അവരോട് വീണ്ടും പറയുന്നു, സക്കാത്ത് കൊടുക്കുമ്പോ ആരാണോ സക്കാത്ത് കൊടുക്കേണ്ടത് അവനാണ് നിയ്യത്ത് വെക്കേണ്ടത്. എല്ലാം ഈ ഒരു മസ്അല പറയുമ്പോ ക്ലാസ് റൂമിൽ പല ഉസ്താദുമാരുണ്ടാകും, അവിടെ കൗല് ഇവിടെ കൗല്. സാധുവായ ഞാൻ എല്ലാ കൗലും കണ്ടിട്ട് തന്നെയാണ് മസ്അല പറഞ്ഞത് എന്നും സാന്ദർഭികമായി പറയാം. ചിലപ്പോൾ ഇനി ഓരോരുത്തർ വരല്ല, അവിടെ അങ്ങനെ ഒരു കൗലുണ്ടല്ലോ, ഇവിടെ അങ്ങനെ ഒരു കൗലുണ്ടല്ലോ, മറ്റൊരു കൗലുണ്ടല്ലോ, എല്ലാ കൗലും കണ്ടിട്ട് തന്നെ നമ്മളെ അമല് നോക്കിങ്ങള് ഷാഫി മദ്ഹബിലെ പ്രധാനപ്പെട്ട ഫിഖിന്റെ കിതാബുകളിൽ ഒരു മസ്അല പറയുമ്പോ നിക്കാഹ് കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാത്ത ഭാര്യക്ക് സക്കാത്ത് കൊടുക്കണം. ഇത് സംബന്ധമായ ചോദ്യമാണെങ്കിൽ കരീമേ, നിക്കാഹ് കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാത്ത ഭാര്യക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക അതൊന്നും എവിടെയല്ല, എവിടെ കൊടുക്കണം? ആ പെൺകുട്ടിയുടെ വീട് അഥവാ ആ പെൺകുട്ടി സക്കാത്ത് നിർബന്ധമാവുന്ന നേരത്തെ എവിടെയാണോ അവിടെ കൊടുക്കണം. അത് പെൺകുട്ടിയുടെ വീടിനല്ലട്ടോ, അങ്ങനെ ആരും മനസ്സിലാക്കണ്ട. ഒരാള് നിക്കാഹ് ചെയ്തു, ആ പെൺകുട്ടിയെ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല, ആ പെൺകുട്ടിയുടെ വീട്ടിലാ. പക്ഷെ പെരുന്നാളിന്റെ തലേ ദിവസം ആ പെൺകുട്ടി അമ്മായിയുടെ വീട്ടിലേക്ക് വിരുന്നാക്കാൻ പോയതാ. ഞങ്ങൾക്ക് ഒന്നും കൂടി പറയാ, നമുക്കത് എതിക്ക് മസ്തല തിരിയാൻ വേണ്ടി പറയാ. ഇപ്പോ കരീം രണ്ടാമതൊരു കല്യാണം കഴിച്ചു, അങ്ങനത്തെ അത് മസ്തല പറയാം, പിന്നെ ഓന്റെ ഉറക്കം പോയിക്കോളെ. കരീം രണ്ടാമതൊരു കല്യാണം കഴിച്ചത് കൈപ്പോത്തെന്നാണ്, അങ്ങനത്തെ കൂട്ടുക. അപ്പോ എന്തായിട്ടില്ല,
ഈ പെൺകുട്ടിയെ കരീം ഓന്റെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടില്ല എങ്കിൽ കൈപ്പുറത്താണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അങ്ങനെയല്ല മസല. പക്ഷെ കൈപ്പുറത്ത് അവന്റെ ഭാര്യയുടെ രാജ്യം കൈപ്പുറത്താണ്. പക്ഷെ സക്കാത്ത് നിർബന്ധമാവുന്ന നേരത്ത് ഈ കൈപ്പുറത്തുള്ള പെൺകുട്ടി അവരുടെ അമ്മായിയുടെ വീട്ടിലേക്ക് വിരുന്നു വയ്ക്കണ്. അമ്മായിയുടെ വീട് അവരെ എന്താണ് വലയൂരാണെന്നും കൂട്ടിക്കോളി, അബുസുനൂന്റെ നാട്ടിലാണെന്നും കൂട്ടിക്കോളി. അപ്പൊ പെൺകുട്ടിയുടെ വീടുള്ളത് കൈപ്പുറത്താ. പക്ഷെ സക്കാത്ത് നിർബന്ധമാവുമ്പോ പെൺകുട്ടിയുള്ളത് എവിടെയാണ്? വലയൂര് അമ്മായിയുടെ വീട്ടിലാണ്. ആ പെൺകുട്ടിയുടെ വിത്ത് സക്കാത്ത് കൊടുക്കേണ്ടത് വലയൂര് അമ്മായിയുടെ വീട് എവിടെയാണോ അവരെയാണ് വിത്ത് സക്കാത്ത് കൊടുക്കേണ്ടത്. അല്ലാതെ പെൺകുട്ടിയുടെ നാട്ടിൽ അങ്ങനെ അല്ല മസല. അതിനെ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത്, സക്കാത്ത് നിർബന്ധമാവുന്ന നേരത്ത് ഈ വ്യക്തി എവിടെയാണോ അവിടെ സക്കാത്ത് കൊടുക്കുക, അല്ലാതെ നാട്ടിൽ സക്കാത്ത് കൊടുക്കുക എന്നല്ല അവിടെ മസല. അത് നമ്മുടെ മുതലിന്റെ സക്കാത്തും അങ്ങനെ തന്നെയാണ്. സക്കാത്തിന്റെ മുതലിന്റെ കൊല്ലം തികയുമ്പോൾ ഈ മുതൽ ഏത് രാജ്യത്താണോ ആ രാജ്യത്ത് സക്കാത്ത് കൊടുക്കണം. പക്ഷേ പലപ്പോഴും നമുക്കത് നടക്കുന്നില്ല. അത് മറ്റൊരു വിഷയം. സക്കാത്തിന്റെ ബാബിൽ മഹാന്മാർ മസ്തല പറയുന്നുണ്ട്. ഒരാൾ കപ്പൽ വഴിക്ക് മുതലുമായിട്ട് കടലിലൂടെ പോകുകയാണ്. അങ്ങനെ കടലിൽ വെച്ചിട്ടാണ് കൊല്ലം പൂർത്തിയായത്. അതിന്റെ സക്കാത്ത് പിന്നെ കരയിലേക്ക് നീക്കാൻ പാടില്ല എന്ന് മസ്തല കാണാം. അപ്പൊ പിന്നെ നിങ്ങൾക്കൊരു സംശയം വരും, ഉസ്താദെ കടലിൽ എവിടെ സക്കാത്ത് കൊടുക്കുക? തിമിംഗലത്തിനും സ്രാവിനൊക്കെ സക്കാത്ത് കൊടുക്കുക. അത് നമുക്ക് ആവശ്യമാകുമ്പോൾ അവിടെ മസ്തല വിശദീകരിക്കാം. ഇപ്പൊ ആരും നമ്മുടെ KMIC ഒരാളും കപ്പൽ വഹിക്കണ്ടില്ല, മുതലേറ്റ് പോകുന്നില്ലല്ലോ. പോകുന്ന കാലത്ത് നമുക്കത് മസ്തല കടലിൽ സക്കാത്ത് വെച്ച് കൊല്ലം പൂർത്തിയായ കടലിൽ സക്കാത്ത് കൊടുക്കണത്തരെ. എവിടെ ഇപ്പൊ അബൂറയാണ് ഈ സക്കാത്ത് കൊടുക്കുക? അതിലൊന്നും നിങ്ങൾ ബേജാറാവണ്ട. ഇപ്പൊ നമുക്കത് ആവശ്യമില്ലാത്തതൊന്നും ഞാൻ അതിലേക്ക് അത് കടക്കുന്നില്ല ഇപ്പോ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറയുന്നത്, പെൺകുട്ടിയുടെ നാട്ടിൽ എന്നല്ല അതിന്റെ മായന. സക്കാത്ത് നിർബന്ധമാവുന്ന നേരത്തിൽ എവിടെയാണോ ആ വ്യക്തിയുള്ളത് അവിടെയാണ് വിത്ത് സക്കാത്ത് കൊടുക്കേണ്ടത്. മുതലിന്റെ സക്കാത്ത് കൊല്ലം തികയുമ്പോൾ ആ മുതൽ എവിടെയാണോ അവിടെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട ഗൾഫുകാരെ അപ്പൊ സംശയം വരും, ഗൾഫിലുള്ള കച്ചവടത്തിന്റെ സക്കാത്ത് ഗൾഫ് കൊടുക്കണം. അതേ ഷാഫി മദ്ഹബിലെ മുഅ്തമദ് അങ്ങനെ തന്നെയാണ്. പക്ഷെ അവർ അംഗീകരിക്കാവുന്ന പ്രബലമായ കൗലി എന്ന് തന്നെ പറയാവുന്ന രൂപത്തിലുള്ള കൗലുകൾ കാണാം. വളരെ അത്യന്താപേക്ഷിതമായ ആവശ്യക്കാര് മറ്റൊരു സ്ഥലത്തുണ്ടാകുമ്പോൾ അവിടെ സക്കാത്തിനെ മറ്റൊരു ഭാഗത്തേക്ക് നീക്കം ചെയ്യാം എന്ന് അംഗീകരിക്കാവുന്ന കൗല് പ്രകാരമാണ് നമ്മുടെ ഗൾഫിലുള്ള കച്ചവടത്തിന്റെ സക്കാത്തുകളൊക്കെയും കേരളത്തിലുള്ള നമ്മുടെ കുടുംബമിത്രാദികളിലേക്ക് പാവപ്പെട്ടവരിലേക്ക് സക്കാത്ത് എത്തിക്കുന്നത്. അത് നമ്മുടെ മദ്ഹബ് പ്രകാരം തന്നെ അംഗീകരിക്കാവുന്ന രൂപം തന്നെയാണ് എന്ന് സാന്ദർഭികമായി അറിയിക്കുന്നു. പക്ഷേ വിത്ർ സക്കാത്തിലൊക്കെയും നമുക്ക് ഇത് പൂർണ്ണമായും പാലിക്കാൻ സൗകര്യമുണ്ട് എന്ന് സാന്ദർഭികമായി അറിയിക്കുന്നു. ഇനി നമ്മുടെ നിയ്യത്തിന്റെ വക്കാലത്ത് സമയം ഒരുപാട്, നമ്മുടെ ഹദ്ദാദിന്റെ സമയം, കടത്തിന്റെ സക്കാത്തും കൂടി പറയാനുണ്ട്. സാധാരണക്കാർക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ പറയാണ്. അത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് അവരുടെ വിശദീകരണം കൂടുന്നുണ്ട്. നിങ്ങൾ വെറുപ്പ് വിചാരിക്കരുത് എന്ന് ഞാൻ സാന്ദർഭികമായി അറിയിക്കുകയാണ്. ഇടയിൽ വരുന്ന ഈ സംശയങ്ങൾക്ക് മറുപടി പറയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്ക് വളരെ ഉപകാരമാകും. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ ജബ്ബാര അരീക്കോട് എന്ന് പറഞ്ഞത്, ഉസ്താദെ അതാണ് ഞങ്ങളെ റേഡിയോ ശ്രോതാക്കള് KMICയിലേക്ക് ആകർഷിപ്പിച്ച വിഷയം. ഉസ്താദിന്റെ ക്ലാസ് പോലത്തെ ക്ലാസുകളാണ്. ഞാൻ ഇന്തൊരു മഹത്വം പറയല്ലോ, നമ്മുടെ KMICയുടെ മഹത്വം പറയാം. അദ്ദേഹത്തിന് ലാപ്ടോപ്പില്ല, ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞത് ഗൾഫിലുള്ള ഒരുപാട് സാധാരണക്കാരെ KMICയിലേക്ക് ആകർഷിപ്പിച്ചത് എന്താണ്? ഈ വിശദീകരണം. കാരണം റേഡിയോ ശ്രോതാക്കൾക്ക് ഇങ്ങനെ കേൾക്കുമ്പോ പല സംശയവും വരും. അപ്പൊ ആ സംശയത്തിനൊക്കെയും അപ്പയ്ക്കപ്പൻ അതിന്റെ ഇടയിൽ ഇങ്ങനെ മറുപടി പറഞ്ഞു പോകുമ്പോ ഞങ്ങൾക്കത് വളരെ ഉപകാരമാണ്. ലാപ്ടോപ്പ് വൈക്ക് കേൾക്കുന്നവർക്ക് പബ്ലിക്കിലും അല്ലെങ്കിൽ മൈക്ക് എത്തി ചോദിക്കാനൊക്കെ അവസരം ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ഈ ഗൾഫിലുള്ള മുഴുവൻ ശ്രോതാക്കൾ ഇപ്പൊ ഇങ്ങനെ ഫോൺ ചെയ്ത് സംശയം തീർക്കുക, അതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇടയിലുള്ള വരുന്ന സംശയങ്ങൾ തീർക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കളെ പരിഗണിച്ചിട്ട് അതിൽ നിങ്ങൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ല അബുസുനുവിനെ പോലത്തെ ബുദ്ധിമാന്മാർ തൽക്കാലം ക്ഷമിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തി ഇനി ആ നിയ്യത്തിന്റെ വിഷയം ഒന്ന് ഗൗരവത്തിൽ പറയുകയാണ്. അത് ഞാൻ വളരെ ഗൗരവത്തിൽ. എന്തെല്ലാം വർത്തമാനങ്ങൾ നമ്മൾ പറഞ്ഞത് ഈ ദുനിയാവില്, എന്തെല്ലാം വർത്താനങ്ങൾ. എന്താ ഞാൻ അങ്ങനെ ഈ വർത്താനത്തിന്റെ കൂട്ടം പറഞ്ഞത്? എന്താ ഇങ്ങനെ ഒരു വർത്താനം ഭാര്യനോട് പറയാൻ നമുക്ക് ഇത്തരം മതി?
ഇവിടെ കൗലുകളുണ്ട്. അതായത് സക്കാത്ത് കൊടുക്കേണ്ടവനാണ് നിയ്യത്ത് വെക്കേണ്ടത്. എല്ലാ സാധാരണക്കാരും ഇന്ന് പ്രത്യേകമായി മനസ്സിലാക്കുക. അതായത് സക്കാത്ത് സഹിയാവാനുള്ള നിബന്ധന 2. ഒന്ന് നിയ്യത്ത്, 2 അവകാശികൾക്ക് കൊടുക്കുക. അവകാശികളെ കുറിച്ചുള്ള ചില ചർച്ചകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളത്തെ ലൈവിന് ശേഷം പറയാം. അത് കുറച്ച് കൂടുതൽ കണ്ടമാനം സ്വത്തുള്ളവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ, വരുമാനമില്ലാതെ തെങ്ങുന്തോത്ത് അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, ഓർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ പോലത്തെ ചർച്ചകളൊക്കെ ഉണ്ട്. അത് നമുക്ക് പിന്നീട് പറയാം. അത് അത്ര കൂടുതൽ ആവശ്യമില്ലാത്തത് കൊണ്ട് നമുക്കത് പിന്നീടാക്കാം. ഒന്നാമത്തെ നിബന്ധന നിയ്യത്താണ്. നിയ്യത്താരാ വെക്കേണ്ടത്? സക്കാത്ത് കൊടുക്കേണ്ടവനായോ അവനാ നിയ്യത്ത് വെക്കേണ്ടത്. ഉദാഹരണം പറയാ, അബുസുനു ഓന്റെ മുതലിന്റെ സക്കാത്ത് കൊടുക്കുക. അതിനിപ്പോ ഞാൻ നിയ്യത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അബുസുനു ഇങ്ങനെ സക്കാത്ത് കൊടുക്കുമ്പോ ഞാൻ പറഞ്ഞെന്ത്, ഉസ്താദ് നിയ്യത്ത് വെച്ചോളി, 2 പാടൊക്കെ നടക്കണില്ല, അത് നടക്കൂല. മുമ്പ് തീരെ നിക്കരിക്കാത്തൊരു മനുഷ്യൻ എന്ത് ചെയ്തു, നിക്കരിക്കാൻ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ഉസ്താദ് ഓലുണ്ടാക്കാൻ വേണ്ടി കുളത്തിന്റെ വക്കത്തേക്ക് കൊണ്ടുപോയി ഓനിക്ക് എല്ലാം പഠിപ്പിച്ചു. മുൻകൈയാണ് ആദ്യം കഴുകേണ്ടത്, മുൻകൈ കഴുകുമ്പോൾ എന്തുവാനം, ഇന്നാലിന്ന് ദിക്റ് ചെല്ലണം. സംഗതി ഫസ്റ്റിലാവുമ്പോൾ 2 പാടം നടക്കണില്ല. ഓൻ പറഞ്ഞു ഉസ്താദ് ചൊല്ലിക്കോളി, ഞാൻ അങ്ങനെ കിളിമ്പിക്കോലാന്ന് പറഞ്ഞു. എന്ന മാതിരി ഒരാള് 2ഉം ഒരാൾ തന്നെ ചെയ്യുമ്പോൾ അത് അയാൾ തന്നെ ചെയ്യണം. എന്നതുപോലെ അബുസുന് സക്കാത്ത് കൊടുക്കുമ്പോ ഞാൻ നിയ്യത്ത് വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഭാര്യ സന്താനങ്ങളുടെ വിത്ർ സക്കാത്ത് അത് കൊടുക്കേണ്ടത്, മക്കളുടെ വിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് പിതാവാണ്. മക്കള് എന്ന് പറയുമ്പോ ചെലവിന് കൊടുക്കൽ നിർബന്ധമായ മക്കള്. പിന്നെ അവർക്കൊരു മസ്തല വരുന്നുണ്ട്, വേണമെങ്കിൽ ഒന്ന് സൂചിപ്പിക്കാം. നല്ല കഴിവില്ലാത്ത ഫക്കീരന്മാരാവുന്ന മക്കള്, ജോലിക്കൊക്കെ പോവാൻ സാധിക്കുന്ന ഫക്കീരന്മാരാവുന്ന മക്കളുണ്ടാവും. ആ മക്കളുടെ ചെലവിന് കൊടുക്കൽ വാപ്പാക്ക് നിർബന്ധമില്ല. ആ മക്കൾക്ക് ചെലവിന് കൊടുക്കൽ വാപ്പാക്ക് നിർബന്ധമില്ല. അപ്പൊ അവരുടെ വിത്ർ സക്കാത്ത് കൊടുക്കലും വാപ്പാക്ക് നിർബന്ധമില്ല. പക്ഷെ വാപ്പാന്റെ വിത്ർ സക്കാത്ത് ആർക്ക് കൊടുക്കാം? ആ മക്കൾക്ക് കൊടുക്കാം. അതിന്റെ രക്ഷിതാക്കന്മാരെന്ന് മനസ്സിലാക്കണല്ലേ. ചിലപ്പോ നമ്മളെ മക്കളുടെ വിത്ർ സക്കാത്ത് കൊടുക്കൽ നമുക്ക് നിർബന്ധമില്ല. കാരണം അവർ ഫക്കീരന്മാരാണ്, ജോലിക്ക് പോവാനൊക്കെ ആരോഗ്യമുള്ളവരാണ്, കഴിവില്ലാത്തവരാണ്. അപ്പൊ വാപ്പാന്റെ വിത്ർ സക്കാത്ത് മക്കൾക്ക് കൊടുക്കാം, ഒരു വിരോധമില്ല എന്നൊക്കെയും ഫിഖിന്റെ കിതാബിൽ പറയുന്നുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ചെലവിന് കൊടുക്കൽ നിർബന്ധമായ മക്കളുടെ വിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് പിതാവാണ്. അപ്പൊ പിതാവാണ് നിയ്യത്ത് വെക്കേണ്ടത്. ഭാര്യന്റെ വിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ആരാണ്? ഭർത്താവാണ്. അപ്പൊ ഭാര്യന്റെ വിത്ർ സക്കാത്ത് കൊടുക്കുമ്പോ നിയ്യത്ത് വെക്കേണ്ടത് ആരാണ്? ഭർത്താവാണ്. അവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത് പ്രവാസികൾക്ക്. അപ്പൊ ഉസ്താദെ, നാട്ടിലല്ലേ ഭാര്യ മക്കളും നാട്ടിലാണ്. അപ്പൊ അവരാണ് സക്കാത്ത് കൊടുക്കുന്നത്. അവരുടെ സക്കാത്ത് കൊടുക്കുമ്പോ നിയ്യത്ത് വെക്കണമെങ്കിൽ ഞാനിപ്പോ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോവണ്ടേ? അറബിനോട് ചോദിച്ചാൽ ഞാനൊരു നിയ്യത്ത് വെച്ചെങ്ങാണ്ട് വരാം, ഒരു ദിവസത്തെ ലീവ് ഒന്ന് തരുമോ, പെരുന്നാൾക്ക് 1 ദിവസത്തെ ലീവ്, ഒരു നിയ്യത്ത് വെച്ച് വരാനാണ് പറഞ്ഞ സംഗതി നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, അവരുടെ ഷാഫി മദ്ഹബിൽ ചില അഭിപ്രായങ്ങൾ കാണാം. എല്ലാം ശ്രദ്ധിക്കണം. ഇനി ക്ലാസ് റൂമിലുള്ള ഉസ്താദുമാര് അതൊക്കെ ഇപ്പൊ അങ്ങനെ മതി എന്ന് പറയാൻ നിൽക്കണ്ട. ഷാഫി മദ്ഹബില് ഭർത്താവിന്റെ സമ്മതത്തോടുകൂടെ ഭാര്യ സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വീടും എന്നൊക്കെ അഭിപ്രായം കാണാം. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട്. എന്താ ഫത്വ നൽകിയിട്ടുള്ളത്? ഒരാൾ സക്കാത്ത് കൊടുക്കാൻ ഒരാളെ വക്കാലത്താക്കിയാൽ അതിൽ എന്തും വരും, നിയ്യത്തും വരും. ഒന്നും കൂടി ഈ ഒരു മസ്അല ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമായതുകൊണ്ട് ഫത്വൽ മീം പോലത്തെ കിതാബ്, തുഹിഫ പോലത്തെ എല്ലാ കിതാബിലും ഈ മസ്അല കാണാം. വഅഫ്താബാളുഹും, ഫുഖഹാക്കളിൽ നിന്ന് ബഅള് ഫത്വ കൊടുത്തു, അന്ന തൗക്കീലൽ മുത്ലഖ ഫീ ഇഖ്റാജിഹാ യസ്തൽസിമു തൗക്കീല ഫീ നിയ്യത്തിഹാ. ഒരാളിൽ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി വക്കാലത്താക്കുന്നതിൽ എന്തും വരും, അത് നിയ്യത്തിനെ കൂടി വക്കാലത്താക്കലാണ്. അപ്പൊ ഉദാഹരണം, ഞാൻ എന്റെ നാട്ടിലേക്ക് അബുസുനുടെ നാട്ടിലേക്ക് വിളിച്ച് ഭാര്യയോട് പറഞ്ഞു, അന്റെ വിത്ർ സക്കാത്ത്, ഞാൻ കൊടുക്കേണ്ട വിത്ർ സക്കാത്ത് കൊടുക്കാൻ അന്നെ ഞാൻ വക്കാലത്താക്കി. അങ്ങനെ സക്കാത്ത് കൊടുക്കാൻ വക്കാലത്താക്കിയാൽ ആ വക്കാലത്തിൽ എന്തും വരും, നിയ്യത്തും പൊത്തു. ഇനി പ്രത്യേകം നിയ്യത്ത് വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇന്നിപ്പോ അതുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ഗൾഫുകാരൊന്ന് ശ്രദ്ധിച്ചു നോക്കി, ഈ വക്കാലത്താക്കലുണ്ടോ? ഇന്നിപ്പോ യഥാർത്ഥത്തിൽ ഇല്ലല്ലോ, വക്കാലത്താക്കലില്ല. പിന്നെ എന്താ ഉള്ളത്? ഒരു വാക്ക് അവിടെ വരുന്നുണ്ട്, കുട്ടികൾക്ക് തൊഴിലുപ്പാ ഞാൻ കുറച്ച് കാശ് അയക്കുന്നുണ്ട്, സക്കാത്ത് കൊടുത്താല, അങ്ങനെ ഒരു വാക്ക് അവിടെ ഉണ്ട് അല്ലേ? അതെന്ത് മതി നമുക്കൊന്ന് മനസ്സിലാക്കുക അല്ലേ? അബുസുനു എല്ലാവരും പോയോ ക്ലാസ് റൂമിൽ? അങ്ങനെ ഒരു വാക്കുണ്ട്, ഞാൻ കുറച്ച് പൈസ അയക്കുന്നുണ്ട്, സക്കാത്തും കൊടുത്താല
സക്കാത്തൊക്കെ തന്നെ കൊടുത്താലാ, പിന്നെ അതേമായി തന്നെ എന്തും ചെയ്താലാ, കുട്ടികൾക്ക് തുണിമുപ്പായിരണ്ടായി കൊടുത്താലാ, പിന്നെ പള്ളിക്കൽ ഉസ്താദിന് 500 റുപ്യ കൊടുത്താലാ, ഇപ്പാക്കൊരു 1000 റുപ്യ കൊടുത്താലാ, ഉമ്മാക്കൊരു 250 റുപ്യ കൊടുത്താലാ, ഇതൊക്കെ ഒരു വക്കാലത്താക്കലെന്നെ. അപ്പൊ നമുക്കൊരു വക്കാലത്താക്കാനെന്നങ്ങനെ പറയാം. അപ്പൊ അങ്ങനെ വക്കാലത്താക്കുമ്പോ ഇനി ഗൾഫുകാർ ശ്രദ്ധിക്കുക, ഇത് സക്കാത്തും വാങ്ങിക്കൊടുത്താലാ, കുട്ടികൾക്ക് തുണിമുപ്പായം ഉണ്ടാക്കി കൊടുത്താലാന്നും പറഞ്ഞിട്ടാണ് നമ്മൾ നേരെ പൈസ അയക്കുന്നത്. അപ്പൊ അവിടെ ഒരു വക്കാലത്താക്കൽ വരുന്നുണ്ട്. ഈ വക്കാലത്താക്കുമ്പോ ഇനി പ്രത്യേകം നിയ്യത്ത് വെക്കണോ, നിയ്യത്തിൽ വക്കാലത്താക്കണോ? വാസ്തവത്തില് സക്കാത്ത് കൊടുക്കേണ്ടവനാണ്, ആരാണോ സക്കാത്ത് കൊടുക്കേണ്ടത് അവനാണ് നിയ്യത്ത് വെക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഭാര്യയുടെ സക്കാത്ത് കൊടുക്കേണ്ടത് ഭർത്താവാണ്, മക്കളുടെ ചെലവിന് കൊടുക്കൽ നിർബന്ധമായ മക്കളുടെ സക്കാത്ത് കൊടുക്കേണ്ടത് ആരാണ്? പിതാവാണ്. അപ്പൊ അവർക്ക് സക്കാത്ത് കൊടുത്താല, അപ്പൊ സക്കാത്ത് കൊടുക്കാൻ വക്കാലത്താക്കി. ഈ സക്കാത്ത് കൊടുക്കാനുള്ള വക്കാലത്തിൽ എന്തും പെട്ടു, നിയ്യത്തും പെട്ടു എന്ന് ചില ബഅദ് ഫത്വ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഷൗക്കത്ത് സഖാഫി വളരെ വ്യക്തമായ ഇബാറത്ത്. ഖാല ശൈഖുന ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, അവിടെ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ ഈ മസ്അലയുടെ ഗൗരവം തിരിയാൻ ഞാൻ പറയട്ടെ. ഈ വിഷയത്തില് ഈ ബഅളിന്റെ ഫത്വ ശരിയല്ല. സക്കാത്ത് കൊടുക്കാൻ വേണ്ടി വക്കാലത്താക്കിയാൽ ഇനി നിയ്യത്ത് വേറെ വെക്കേണ്ട ആവശ്യമില്ല, അതിൽ നിയ്യത്തും പെട്ടിരിക്കുന്നു എന്നാണല്ലോ ഇപ്പൊ ബഅളിന്റെ ഫത്വ. ചില ഫുഖഹാക്കളുടെ ഫത്വ എന്താ? സക്കാത്ത് കൊടുക്കാൻ വക്കാലത്താക്കിയാൽ ആ വക്കാലത്തിൽ നിയ്യത്തിനെ വക്കാലത്താക്കലും വരും. അപ്പൊ ഇനിയൊരു പ്രത്യേകമായി നിയ്യത്തിനെ വക്കാലത്താക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഫത്വ പറഞ്ഞിട്ട് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുൽഫയിലും, അതുപോലെ തന്നെ മഹാനായ റംലി ഇമാം നിഹായയിലും, അതുപോലെ തന്നെ മുഗ്നി പോലത്തെ ഷാഫി മദ്ഹബിലെ ആധികാരികമായ എല്ലാ കിതാബിലും പറയുന്നു ആ നിയ്യത്ത് പോലെ. ആ ഒരു സക്കാത്ത് കൊടുക്കാൻ വേണ്ടി വക്കാലത്താക്കിയതിന്റെ പേരിൽ അതിൽ നിയ്യത്തൊരിക്കലും വരുന്നതല്ല. നിയ്യത്ത് വേറെ വക്കാലത്താക്കണം, നിയ്യത്ത് വേറെ വക്കാലത്താക്കണം. ഞാൻ പറഞ്ഞു, ഇനി കഴിഞ്ഞ കൊല്ലത്ത് ഉസ്താദെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലത്ത് കേൾക്കാത്തൊരു ക്ലാസ്സാണ്, അല്ലെങ്കിൽ ഞങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നു, നമ്മുടെ ഷാഫി മദ്ഹബിൽ അങ്ങനെ കൗലുകളൊക്കെ ഉണ്ട്. കഴിഞ്ഞു പോയത് നമുക്ക് ആ കൗലും അങ്ങോട്ട് വിടാം. പക്ഷെ നമുക്ക് ഇനിയുള്ളത് എന്താ ഒരു വാക്ക് എത്ര പറയേണ്ട ആവശ്യമുള്ളൂ? നമ്മൾ അങ്ങനെ കേൾപ്പിക്കുമ്പോ ഭാര്യക്ക് വിളിച്ചിങ്ങാണ്ട് സക്കാത്ത് നിയ്യത്ത് വെച്ച് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി നിയ്യത്ത് വെച്ച് സക്കാത്ത് കൊടുക്കാൻ അന്നെ ഞാൻ വക്കാലത്താക്കി എന്നങ്ങട്ട് പറഞ്ഞാൽ എല്ലാം മയില് പറ്റിയില്ലേ? ഒറ്റ ഒരു ഭാഗത്ത് ഞാൻ നോക്കട്ടോ, ഒരൊറ്റ മിനിറ്റ്. ആ നിയ്യത്തിന്റെ രൂപം അതാ ഇത്. ഏത് ഈ നിയ്യത്ത്? ബിഅൻ ഖാല ലഹു വക്കൽതുക. വക്കൽതുക എന്ന് പറയുമ്പോ ആണിനോടാണ്, പെണ്ണിനോടാവുമ്പോ വക്കൽതുക്കിയാണ് വരിക. ഞാൻ ഇഷ്കാലാക്കണ്ട, ഞാൻ അറബിയൊന്നും ആരും പഠിച്ചേക്കണ്ട, മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഞാൻ ഈ ആനത്തന്റെ കിതാബിന്റെ ഇബാറത്ത് വായിക്കാൻ മാത്രം. വക്കൽതുക, നിന്നെ ഞാൻ വക്കാലത്താക്കി. ഫീ ദഫ്ഇ സക്കാത്തി, സക്കാത്ത് കൊടുക്കുന്ന ഫീ ദഫ്ഇ സക്കാത്തി, സക്കാത്ത് കൊടുക്കുന്ന വിഷയത്തില് ഫവ്വൽതു ലക, നിന്നെ ഞാൻ ഏൽപ്പിച്ചു നിയ്യത്തഹ, അതിന്റെ നിയ്യത്തിനെ. അതാണ് നല്ല വശം. അപ്പൊ ഭാര്യക്ക് വിളിച്ചിട്ട് പറയാ, ഞാൻ കൊടുക്കേണ്ട വിത്തോ സക്കാത്ത് നിയ്യത്ത് വെച്ച് സക്കാത്ത് കൊടുക്കാൻ നിന്നെ ഞാൻ ഏൽപ്പിച്ചു. എന്റെ പണി. നമ്മളിപ്പോ ബഅളിന് അങ്ങനെ അഭിപ്രായം ഉണ്ട്, സക്കാത്ത് കൊടുത്താലാന്ന് പറഞ്ഞ് സക്കാത്ത് കൊടുക്കാൻ വക്കാലത്താക്കിയാൽ അതിൽ നിയ്യത്ത് പെട്ടു. നമ്മൾ എന്തെല്ലാം വർത്താനം അല്ലേ ഗൾഫുകാരെ? ഞാൻ പറയുന്നത് നമ്മളെ ശൈഖുന ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, റംലി ഇമാം മുഗ്നിയിൽ, അതുപോലെ തന്നെ ഖത്തീബ് ശുർബീനി, എല്ലാരും പറയുന്നു ഈ ബഅളിന്റെ ഫത്വ ശരിയല്ലാന്നാണ്. ഫീഹി എന്നുള്ളതും ഈ ബഅള് പറഞ്ഞതിൽ ചിന്തിക്കാണ്ടുണ്ട്. നമ്മൾ മുമ്പ് കുറ്റി പറഞ്ഞില്ലേ, ഇമ്മാന്റെ മൊബൈലൊന്ന് കേടം നിൽക്കണമെങ്കിൽ രാവിലെ മദ്രസയ്ക്ക് പോകാമെന്നു. ഇമ്മാന്റെ മൊബൈലൊന്ന് കേടം നിൽക്കണമെങ്കിൽ രാവിലെ മദ്രസയ്ക്ക് പോകാമെന്ന് എന്റെ പറഞ്ഞതിന്റെ അർത്ഥം ആ നിലക്ക് വർത്താനം പറഞ്ഞ നമ്മക്ക് ഈ നിയ്യത്തും വെച്ചാലാണെന്ന് പറയാൻ എന്താ മതി? എന്നിട്ട് മഹാന്മാര് പറയാണ്, അവിടെ ഈ വക്കീലും ചില ഇമാമിങ്ങൾ ഇത്രത്തോളം പറയുന്നുണ്ട്, ഇവിടെ ഈ വക്കീല് മാത്രം നിയ്യത്ത് വെച്ചാ പോരാ,
ഈ വക്കാലത്താക്കിയവനും നിയ്യത്ത് വെക്കണമെന്ന് വരെ ഷാഫി മദ്ഹബിൽ അഭിപ്രായമുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഗൾഫുകാരോടൊക്കെ ഞാൻ പറയുന്നു, ഇനിയിപ്പോ നമ്മള് ഒരു സക്കാത്ത് അത് കൊടുത്ത് ഞാൻ നിയ്യത്ത് വെക്കാതിച്ചിട്ടില്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഷാഫി മദ്ഹബിലെ പ്രബലമായ കിതാബുകളിലൊക്കെയും വെറും സക്കാത്ത് കൊടുക്കാൻ വക്കാലത്താക്കിയതുകൊണ്ട് മാത്രം അതിൽ നിയ്യത്ത് പെടൂല. നിയ്യത്ത് വേറെ ഏൽപ്പിക്കണം. നിയ്യത്ത് വെക്കാതെ എന്താവുകയില്ല, സക്കാത്ത് സഹീഹാവുകയുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൊടുത്ത സക്കാത്ത് പൂർണ്ണമായും എല്ലാ അഭിപ്രായ പ്രകാരവും സഹീഹായി എന്ന് ബോധ്യപ്പെടാൻ നമുക്കതിനൊരു കിഞ്ചൽ ചാക്ക് തലയിൽ ഏറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഭാര്യക്ക് ഫോൺ ചെയ്യുമ്പോ ഞാൻ കൊടുക്കേണ്ട സക്കാത്ത് നിയ്യത്ത് വെച്ച് അത് കൊടുക്കാൻ ഇന്നെ ഞാൻ വക്കാലത്താക്കി എന്ന് നമ്മൾ പറയാ. ഭാര്യ സക്കാത്ത് കൊടുക്കുമ്പോ എന്നെ ഏൽപ്പിച്ചവരുടെ സക്കാത്ത് ഞാൻ കൊടുക്കുന്നു എന്ന് ആരും നിയ്യത്ത് വെക്കുക. എന്നെ അതും ഭാര്യക്ക് പഠിപ്പിക്കണം. നിയ്യത്ത് വെക്കാൻ ഭാര്യനെ ഏൽപ്പിച്ച് ഭാര്യ പിന്നൊന്നും മുന്തിയില്ല. ഞാൻ മുമ്പ് തമാശ പറഞ്ഞ് നേരം പോകല്ല. ചില പെണ്ണുങ്ങൾക്കൊക്കെയും പഠിപ്പിക്കേണ്ടത് ഞാൻ ആ ഉദാഹരണം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് കുക്കറി വിൽക്കാൻ വന്ന ആള് പറഞ്ഞു 3 പൂക്ക് പൂക്കിയ സാധനം വേവുന്നാന്ന്. 37 പച്ചക്കറി നോക്കിയിട്ട് കുക്കറി തുള്ളിയിൽ തിങ്ങാന്ന് 3 പൂക്ക് പൂക്കിയിട്ട് ഭർത്താവിന്റെ മുമ്പിലേക്ക് കുക്കറി വെച്ചോത്ത് ഇത് വെന്തിട്ടില്ലാന്നാന്ന്. അപ്പൊ 37 അഞ്ഞായി ചെങ്ങായി ഇത് വിൽക്കാൻ വന്ന ആള് പറഞ്ഞത് എന്താണ്, ഇത് 3 പൂക്ക് പൂക്കിയ സാധനം വേവും ഞാൻ പൂക്കിക്കണല്ലോ എന്ന് പറഞ്ഞ കാര്യം. അപ്പൊ ചില പെണ്ണുങ്ങൾക്ക് ചില സ്വീകരിക്കാത്ത ഉണ്ടാവും. നമ്മളിത് സക്കാത്ത് വക്കാലത്താക്കി ആ പെണ്ണ് സക്കാത്ത് കൊടുക്കുമ്പോ എന്തും പാടെ കരുതണം, എന്നെ സക്കാത്ത് കൊടുക്കാൻ ഏൽപ്പിച്ചവരുടെ സക്കാത്ത് ഞാൻ കൊടുക്കുന്നു നിയ്യത്തും വെച്ച് 37 അത് കൊടുത്താൽ നമ്മുടെ ഷാഫിയും മദ്ഹബ് എല്ലാ അഭിപ്രായ പ്രകാരവും ആ സക്കാത്ത് സഹിയായിട്ടുണ്ടാവും. നേരെ മറിച്ച് നമ്മൾ സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു, നിയ്യത്ത് ഏൽപ്പിച്ചില്ല. ചിലപ്പം ഭാര്യ നിയ്യത്ത് വെക്കുന്നില്ല. ചിലപ്പോ അതാ വിഷയം. ഇവിടെപ്പോ ഈ ബാളിന്റെ പത്തുവെന്താ, ഈ സക്കാത്ത് കൊടുക്കാൻ ഏൽപ്പിച്ചാൽ അതിലെന്തും പെട്ടു, നിയ്യത്തും പെട്ടു. അപ്പൊ ഭാര്യ നിയ്യത്ത് വെച്ചാൽ മതി, ഭർത്താവ് പ്രത്യേകം ഏൽപ്പിക്കണ്ട. ഇതാണിപ്പോ ഈ ബാളിന്റെ ഫത്വ. നേരെ മറിച്ച് ചില സ്ത്രീകൾ നിയ്യത്ത് വെക്കുന്നില്ല. ഓല 5 വാങ്ങിക്കൊണ്ടുവരും, 3 കീസയിലാക്കും, അല്ലെങ്കിൽ 5 കീസയിലാക്കും. അങ്ങനെയാണ് കൊടുക്കാൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യം അവനവന്റെ ഭാര്യന്മാർക്ക് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഭർത്താവിന്റെ സമ്മതം കൂടാതെ ഭാര്യ സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വൂദൂലെ പോലത്തെ ചർച്ചകളൊക്കെയും ബിറിയ പോലത്തെ ഫിക്കിന്റെ കിതാബുകളൊക്കെയും ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും നമുക്കതൊരു പ്രയാസമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വർത്താനം പറഞ്ഞ് മണിക്കൂറുകളോളം മൊബൈലിൽ സംസാരിക്കുമ്പോ നമ്മുടെ ആഖിറത്തില് എല്ലാ അഭിപ്രായ പ്രകാരവും സ്വീകരിക്കപ്പെടേണ്ട, നമ്മുടെ നോമ്പ് സ്വീകരിക്കപ്പെടേണ്ട ഒരു അമല് അതിന്റെ ഒരു ശരിയായ രൂപത്തിൽ തന്നെ നമ്മൾ അങ്ങോട്ടും പറഞ്ഞ് അത് ചെയ്യേണ്ട സക്കാത്ത് കൊടുക്കുന്ന നേരത്ത് ഭാര്യ കരുതേണ്ട നിയ്യത്തും വെച്ച് മനസ്സിലാക്കി കൊടുത്താൽ വളരെയധികം ഉപകാരപ്രദമാകും എന്നും എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് പറയുന്നു. ഇനി ഇത് സംബന്ധമായി കടമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണോ? സമയം ഒരു 5 മിനിറ്റ് കൂടി ഞാൻ ചുരുക്കി പറയാം. അവരെ 2 അഭിപ്രായമാണ് ഷാഫി മദ്ഹബിൽ അംഗീകരിക്കാവുന്ന 2 അഭിപ്രായമാണ് ആ വിഷയത്തിലുള്ളത്. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം നമ്മുടെ ഫത്ഹുൽ മുഈൻ പോലത്തെ കിതാബൊക്കെ മുഅ്തമദാക്കിയത് കടമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ട എന്നാണ്. വിത്തുൽ സക്കാത്ത് കൊടുക്കണ്ട, മുതലിന്റെ സക്കാത്തല്ലേ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഇതുവരെ KMIC-യിൽ ഇരുന്നത് മുതലായി കൊടുക്കണ്ടാന്നൊരു മസ്അല അബൂറയ്യാൻ പറഞ്ഞല്ലോ. ഇതുവരെയൊക്കെയും കൊടുക്കണമെന്നേ പറഞ്ഞിന്. കൊടുക്കണ്ടാന്നൊരു മസ്അല കിട്ടിയല്ലോ, ഇതുവരെ ഉറക്കൊളിച്ചത് മുതലായി എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ഏതായിരുന്നാലും ഞാൻ പറയുന്നു, നിങ്ങൾ ചിരിക്കാറായിട്ടില്ല, ഞാൻ അതിന്റെ ഒരു ഗൗരവത്തിലേക്ക് വരികയാണ്. ഷാഫി മദ്ഹബില് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം സക്കാത്ത് കടമുണ്ടെങ്കിൽ വിത്തു സക്കാത്ത് നിർബന്ധമില്ല. മുതലിന്റെ സക്കാത്ത് കടമുണ്ടെങ്കിൽ കൊടുക്കണം. അത് ഷാഫി മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസമില്ല. കടമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം എന്നതിന് എല്ലാ പണ്ഡിതന്മാരും മുതലിന്റെ സക്കാത്ത്. അപ്പൊ പീഡിയ കച്ചവടത്തിന് കടമുദ്ദേശിച്ച് കച്ചവടത്തിന്റെ സക്കാത്തിൽ നിന്ന് ഒഴിവാകൂല. പക്ഷെ ഈ ഖിലാഫ് എവിടെയാണ്? വിത്തുൽ സക്കാത്തില. കടമുണ്ടെങ്കിൽ വിത്തുൽ സക്കാത്ത് കൊടുക്കണോ കൊടുക്കണ്ടേ? അനുവദനീയമായ കടത്തോ
അല്ലാതെ തമ്മാടിത്തരം കാണിക്കാൻ വേണ്ടി കാശ് കടം വാങ്ങിയതിനെ കുറിച്ചൊന്നുള്ള ചർച്ച. നമുക്ക് അനുവദനീയമായ നമ്മുടെ ജീവിത രീതിയിലുള്ള കടമിടപാടുകളില്ലേ, അവിടെ ഫത്തുൽ മുഈൻ പോലത്തെ കിതാബൊക്കെ പറയുന്നത് കടമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ട എന്നാണ്. പക്ഷേ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ, മഹാനായ റംലി ഇമാം, ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, സാധാരണക്കാരോട് ഞാൻ പറയാണ്, ഷാഫി മദ്ഹബില് റംലിയും നിഹായയും തൊയ്ഫയും രണ്ടഭിപ്രായം വന്നാൽ രണ്ടും ഷാഫി മദ്ഹബ് പ്രകാരം മുഅ്തമദാ. തൊയ്ഫയിൽ പറഞ്ഞതും മുഅ്തമദാണ്, അതിന് എതിരായി നിഹായയിൽ പറഞ്ഞതും ഷാഫി മദ്ഹബിലെ ഉസൂല്, ആ ഫുഖഹാക്കളുടെ ഇസ്തിലാഹ് പ്രകാരം രണ്ടും മുഅ്തമദാ. അപ്പൊ റംലി ഇമാം, അതുപോലെ തന്നെ മജ്മു എന്ന കിതാബിലെ മഹാനായ നവവി ഇമാമിനെ പോലോത്തവരൊക്കെയും കടമുണ്ടെങ്കിലും വിത്തുൽ സക്കാത്ത് നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് പറയാണ്, നമ്മൾ പല ആവശ്യങ്ങൾക്കും വേണ്ടി കടം വാങ്ങുന്നുണ്ട് അല്ലേ. നമ്മുടെ ഭൗതികമായ കടമുണ്ടെങ്കിലും ഭൗതികമായ പല വിഷയങ്ങൾക്കും കടം വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് വിത്തുൽ സക്കാത്ത് ഏറിക്കഴിഞ്ഞാൽ ഒരു ഭാര്യയും 2 കുട്ടികളും നമ്മൾ ഒരു 3 ആള് അല്ലെങ്കിൽ 4 ആള് അല്ലെങ്കിൽ ഏറിക്കഴിഞ്ഞപ്പോൾ 5 ആളൊക്കെയാണ് ഒരു കുടുംബത്തിൽ ഒരു വാപ്പി മക്കൾ സക്കാത്ത് നിർബന്ധമായവരുണ്ടാവുക. പിന്നെ 2 പെണ്ണെത്തി 16 മക്കളുള്ളവരൊക്കെ വളരെ അപൂർവകാലം. അപ്പോൾ 4 or 5 മക്കൾക്ക് ഏറിക്കഴിഞ്ഞാല് അതിന്റെ വിത്തുൽ സക്കാത്ത് വാങ്ങാൻ ഒരു 10-300 ഉറുപ്യ അല്ലെങ്കിൽ ഒരു 200 ഉറുപ്യ നമ്മുടെ ഷാഫി മദ്ഹബിൽ അംഗീകരിക്കാവുന്ന ബലപ്പെട്ട അഭിപ്രായം തന്നെ എന്ന് പറയാവുന്ന കൗലാണ് കടമുണ്ടെങ്കിലും വിത്തുൽ സക്കാത്ത് നിർബന്ധമാണ്. അതുകൊണ്ട് നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോ ആ ഇമാമീങ്ങളുടെ അഭിപ്രായപ്രകാരവും ഇവിടെ സക്കാത്ത് കടമുണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമില്ല എന്ന് പറയുന്ന ഇമാമീങ്ങൾ ഇനിയിപ്പോ സക്കാത്ത് കൊടുത്താൽ അത് ഹറാമാണെന്നും അഭിപ്രായമില്ല, കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് പറയുന്നു, ഭൗതികമായി പല ആവശ്യങ്ങൾക്കും നമ്മൾ കടം വാങ്ങുന്നുണ്ട്. അപ്പൊ വിത്തുൽ സക്കാത്ത് കടമുണ്ടെങ്കിലും നിർബന്ധമാണ് എന്ന അഭിപ്രായവും വളരെ അംഗീകരിക്കാവുന്ന മഹാനായ റംലി ഇമാം, ഖത്തീബ് ഷിർബീനി പോലോത്തവര്, ഇമാം നവവി റളിയല്ലാഹുവിനെ പോലോത്ത ഒരുപാട് പണ്ഡിതന്മാർ കടമുണ്ടെങ്കിലും വിത്തുൽ സക്കാത്ത് കൊടുക്കണമെന്ന പക്ഷത്താണ്. അപ്പൊ അതുകൊണ്ട് ആ അഭിപ്രായം കൂടി പരിഗണിച്ച് ഒരു 2-3 ആളെ വിത്തുൽ സക്കാത്ത് കൊടുക്കാൻ അതിനാമാത്രം ഒന്നൊരു പൈസ ഇല്ലല്ലോ, ആ നിലക്ക് അത് ചെയ്യലായിരിക്കും ഒന്നുകൂടി നല്ലത്. അതല്ല ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു മുഅ്തമദാക്കിയത് പ്രകാരം കടമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ട, വിത്തുൽ സക്കാത്ത് കൊടുക്കണ്ട എന്ന അഭിപ്രായ പ്രകാരം ഒരാൾ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ അവൻ കുറ്റക്കാരനാണെന്ന് ഷാഫി മദ്ഹബ് പ്രകാരം പറയാൻ പറ്റുന്നതല്ല എന്നും പറഞ്ഞ് ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യം കൂടി പറയുന്നു. അഥവാ അതിന്റേതായ തൂക്കം. പലവരും ചോദിച്ചു എത്ര കിലോനാ കൊടുക്കേണ്ടതെന്ന്. അത് വളരെ വ്യക്തമായി ഞാൻ പറയുന്നു. ഉസ്താദന്മാര് പറഞ്ഞത് വിത്തുൽ സക്കാത്ത് ഇത്ര തൂക്കം, ഇത്ര ഗ്രാമാണ് വിത്തുൽ സക്കാത്ത് എന്ന് പറയുന്നത് നല്ലതല്ല. അളവാണ് പരിഗണിക്കുക. 3 ലിറ്ററും 200 മില്ലിഗ്രാമും. 3 ലിറ്ററും 200 മില്ലിഗ്രാമുമാണ് അതിന്റെ കണക്ക്. ചിലപ്പോൾ നമ്മൾ തൂക്കം പറയുമ്പോൾ വ്യത്യാസം വരും. ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി പറയാം. ഞാൻ പറഞ്ഞു 2 കിലോനും 600 ഗ്രാമുമാണെന്ന് പറഞ്ഞു. പക്ഷേ ചിലപ്പം ഞാൻ വാങ്ങിയ അരി നോക്കി 3 ലിറ്ററും 200 മില്ലിഗ്രാമും ഞാൻ വാങ്ങിയ അരി ഏതായിരുന്നു? ബോധന, അങ്ങനെ എഴുതി തോന്നല്ലേ, ബോധന, കൊറുവ, അങ്ങനെ ജയ, ബസ്മതി, എന്തൊക്കെ സൈസ് അരികള. പല അരികളും പല തൂക്കുക, പല കനുവാണ്. അപ്പൊ ഞാൻ ബോധന അരി വാങ്ങി നിൽക്കുക. ഞാനത് 3 ലിറ്ററും 200 മില്ലിഗ്രാമും വാങ്ങിയാളെന്ന്. ഞാൻ ആ അരി തൂക്കി വെക്കുമ്പോ 2 കിലോനും 600 ഗ്രാമുണ്ട്. ഞാൻ വാങ്ങിയ അരിയുടെ 3 ലിറ്ററും 200 മില്ലിഗ്രാമുമാവുന്ന ഒരു സാഴ് ഞാനത് തൂക്കി നോക്കുമ്പോ 2 കിലോനും 600 ഗ്രാമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു സാഴ് 2 കിലോനും 600 ഗ്രാമുമാണ് വരികയെന്ന് പറഞ്ഞു. ഇത് കേട്ടെങ്ങാണ്ട് വേറൊരാള് വാങ്ങിയത് വേറെ ഏതോ ഒരു അരിയാണ്. ഓൻ വാങ്ങിയത് ഞാൻ വാങ്ങിയ ബോധന അരിയല്ല വാങ്ങിയത്. ഓൻ വേറൊരു അരി വാങ്ങി 2 കിലോനും 600 ഗ്രാമും. ചിലപ്പം ആ അരി തൂക്കിയ അളന്നാൽ, ശ്രദ്ധിക്കണം, ആ അരി അളന്നാൽ ചിലപ്പോ എത്ര ഉണ്ടായിക്കോന്നില്ല, 3 ലിറ്ററും 200 മില്ലിഗ്രാം ഉണ്ടായിക്കോന്നില്ല. ഞാനീ പറഞ്ഞ അളവ് വെച്ചിട്ടോ 2 കിലോനും 600 ഗ്രാമും കൊടുത്തു.
പക്ഷേ ഞാൻ വാങ്ങിയ അരി വേറെയാണ്, ഓൻ വാങ്ങിയ അരി വേറെയാണ്. ഞാൻ വാങ്ങിയ അരിക്ക് 2 കിലോനും 600 ഗ്രാമും ഞാൻ ഒരു സായിന്റെ തൂക്കണ്ട്. പക്ഷെ ഓൻ വാങ്ങിയത് അത്രയില്ല. ഓൻ 2 കിലോനും 600 ഗ്രാമും വാങ്ങി. വാസ്തവത്തിൽ ആ അരി അളന്നു നോക്കുമ്പോ ഒരു സാഗ് തൈയിലാണ് വെക്കുക. അവന്റെ വിത്തുൽ സക്കാത്ത് സഹിയാവാതെ പോകും. വിത്തുൽ സക്കാത്ത് സഹിയാവണമെങ്കിൽ ഒരു സാ ആണ്. ആ ഒരു സാഗ് നമ്മുടെ ഇന്ത്യൻ അളവ് പ്രകാരം 3 ലിറ്ററും 200 മില്ലിഗ്രാമുമാണ്. പക്ഷേ 3 ലിറ്ററും 200 മില്ലിഗ്രാമും അരി ഒരാള് നമ്മൾ വ്യത്യസ്തമായ അരികളാകുമ്പോ അതിന്റെ തൂക്കത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. സാധാരണ പലരും എനിക്ക് നല്ല അറിയാം, ഒരു 7-8 കൊല്ലം മുന്നേ വിത്തുൽ സക്കാത്തിന്റെ ഈ തൂക്കം പലവരും പറഞ്ഞിരുന്നത് 2 കിലോനും 480 ഗ്രാമും ആയിരുന്നു. എന്നാൽ ഇപ്പൊ അടുത്ത് നമ്മുടെ റഹ്മത്തുള്ള സക്കാഫി ഒരു ലേഖനം എഴുതിയിരുന്നു സക്കാത്ത് സംബന്ധമായി സിറാജ് ദിനപത്രത്തിൽ. അതിൽ ഞാൻ വായിച്ചത് 2 കിലോനും 600 ഗ്രാമുമാണ്. എന്നാൽ നമ്മുടെ കൂരിയാട് ബാവുസ്താദിന്റെ ജ്യേഷ്ഠൻ കൂരിയാട് ബാവുസ്താദിന്റെ ജ്യേഷ്ഠൻ സൈനുദ്ദീൻ ബാക്കവി ഉസ്താദ് ഒരു സായിന്റെ പാത്രം ഇറക്കിയിട്ടുണ്ട്. എന്റെ തലക്കാൻ ഭാഗത്ത് ആ സായിന്റെ പാത്രം ഇരിക്കുന്നുണ്ട്. ഞാൻ ആ സായിന്റെ പാത്രത്തിൽ ഒരു സായ അരി അളന്ന് തൂക്കി നോക്കുമ്പോ 2 കിലോനും 900 ഗ്രാമുണ്ട്. 3 കിലോന് കമ്മില്ലത് എത്രയാണെന്നറിയോ? 100 ഗ്രാം. അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ഹദ്ദാദിന്റെ സമയം ഏകദേശം ആയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാര് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഗ്രാം എത്ര കിലോനാണ്. അതുകൊണ്ട് നമ്മുടെ ഈ വിത്തുൽ സക്കാത്തിന്റെ അളവ് അത് 3 ലിറ്ററും 200 മില്ലിഗ്രാമുമാണ്. ചിലപ്പോൾ ഞാൻ 2 കിലോനും 600 ഗ്രാമും എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 2 കിലോനും 800 മില്ലിഗ്രാമും 800 ഗ്രാമും എന്ന് പറയുമ്പോ ഞാൻ വാങ്ങുന്ന അരിയും നിങ്ങൾ വാങ്ങുന്ന അരിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ തൂക്കത്തിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 3 ലിറ്ററും 200 മില്ലിഗ്രാമും ഞാൻ വാങ്ങുന്ന അരിയുടെ അളവിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ വഹാബ് ഉസ്താദ് പറഞ്ഞ മാതിരി 3 കിലോ കൊടുത്താൽ അത് ഏകദേശം ശരിയാവും. ഇനിയിപ്പോ ഏത് അരി നമ്മൾ ഒരു സാഗ് തൂക്കിയാലും 3 കിലോനിൽ അധികമാവുന്നത് എവരും കാണാനില്ല. നിന്നോനിക്കറിയില്ലട്ടോ. ഇനി അബൂറയ്യ ഉസ്താദ് KMIC ഒരു സാഗിന് പറഞ്ഞാൽ 3 കിലോനാണ് ആരും പറയണ്ട. പക്ഷെ 3 കിലോനിൽ അധികമാവാൻ ഏതായാലും സാധ്യതകൾ കാണുന്നില്ല. പല അരിയെക്കുറിച്ചും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 3 കിലോനിൽ അധികമാവില്ല. അപ്പൊ നമ്മൾ 3 കിലോ അരി ഒരാളുടെ വിത്തുൽ സക്കാത്തായിട്ട് 3 കിലോ കൊടുത്തു, ചിലപ്പോൾ 100 ഗ്രാം അധികമാവും. അധികമായിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, കമ്മി വരാൻ പാടില്ല എന്നുള്ളൂ. പക്ഷെ ഞാനിത് പറയാൻ കാരണം എന്താ, ഈ മുദ്ദിന്റെ കണക്ക് പറയുമ്പോ കണ്ടമാനം നോമ്പ് ഒഴിവാക്കിയ ആൾക്കാരുടെ മുദ്ദ്, കാരണം 4 മുദ്ദ് കൂടുമ്പോഴാണ് ഒരു സാഴ്. അപ്പൊ നമ്മള് 2 കിലോനും 600 ഗ്രാമിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഹരിച്ചാൽ കിട്ടുന്ന ഒരു ഗ്രാമായിരിക്കും ഒരു മുദ്ദ്. അപ്പൊ നമ്മൾ 650 ഗ്രാമാണ് ഒരു മുദ്ദ് എന്ന് പറഞ്ഞ്. പക്ഷേ ഓനിക്ക് കണ്ടമാനം മുദ്ദുകൾ നോമ്പ് ഒഴിവാക്കിയതിന്റെ മുദ്ദ് കൊടുക്കാണ്ട് ചിലപ്പം ഈ ഇങ്ങനെ കണക്ക് പറയുമ്പോ ആവശ്യത്തിലധികം എത്രയോ സംഖ്യയിൽ അരി ഓൻ വാങ്ങിക്കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. വിത്തുൽ സക്കാത്തൊക്കെ ആകുമ്പോൾ 3 കിലോ കൊടുത്താൽ കമ്മി ഏതായാലും വരില്ല എന്ന് ഇരുന്നു. സാമ്പത്തികമായി കുഴപ്പമില്ലാത്ത ഒരു കുടുംബത്തിലേക്ക് ഒരാൾക്ക് വലിയ കടമുണ്ട് എങ്കിൽ ഈ കടമുള്ള വ്യക്തിക്ക് വിത്തുൽ സക്കാത്ത് കൊടുക്കാമോ? കൊടുക്കാം, ഇത് കുഴപ്പമില്ല. അതായത് നമ്മുടെ മുതലിന്റെ സക്കാത്തിന്റെ 8 അവകാശികൾ തന്നെയാണ് വിത്തുൽ സക്കാത്തിന്റെയും അവകാശികൾ. മനസ്സിലായോ? കടത്തിന്റെ സക്കാത്ത് നമുക്ക് കടക്കാരില്ല, മുതലിന്റെ സക്കാത്ത് കടക്കാർക്ക് കൊടുക്കാമല്ലോ. എങ്കിൽ ആ കടക്കാർക്ക് എന്തും കൊടുക്കാം, വിത്തുൽ സക്കാത്തും കൊടുക്കാം. അപ്പൊ സാമ്പത്തികമായി വലിയ സംഖ്യ കടമുള്ള വ്യക്തിയാണ്, ഓൻ സക്കാത്തിന്റെ അവകാശിയാണ്, കൊടുക്കാം. പിന്നെ ഇനി അവിടെ ചില ഇഷ്കാലുകൾ കൂടിയുണ്ട്. ഈ റിലീഫിലേക്ക്, യത്തീംഖാനയിലേക്ക്, അതുപോലെ തന്നെ സ്വാന്തനം പ്രവർത്തനങ്ങളിലേക്കൊക്കെ ഈ വിത്തുൽ സക്കാത്തിന്റെ നോമ്പിന്റെക്ക് ഒഴിവാക്കിയ മുദ്ദ് കൊടുക്കാൻ പറ്റിയ പോലത്തെ ചർച്ചകളുണ്ട്. ഇൻഷാ അല്ലാഹ് മരിച്ചില്ലെങ്കിൽ ഏകദേശം 3:45 ആയിട്ടുണ്ട്. ഉമ്മു റയ്യാന്റെ വാച്ച് ബെല്ലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്താഴത്തിന് നീച്ചുണ്ട്, അവർ അലാറം ഇങ്ങനെ അടിക്കൽ കുറെ സമയമായി തുടങ്ങിയിട്ട് ഇവിടെ 3:45 ആയിട്ടുണ്ട്. ഹദ്ദാദിന്റെ സമയമൊക്കെ ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളത്തെ ഒരു ക്ലാസ്സോടുകൂടെ അത്തരം സംശയങ്ങൾ ചിലവർക്ക് ഉണ്ടാകും. പാവപ്പെട്ട യത്തീംഖാനയെ കണ്ടു കൊടുത്തൂരെ, മുത്താലിമീങ്ങളെ ക്യാൻറ്റീനെ കണ്ടു കൊടുത്തൂരെ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം പ്രവർത്തനങ്ങളിലേക്ക് കൊടുത്തൂരെ പോലത്തെ സംശയങ്ങളൊക്കെയും. അതുപോലെ തന്നെ വിത്തുൽ സക്കാത്ത് ഒരാളുടെ വിത്തുൽ സക്കാത്ത് ഒരു കുടുംബത്തിലേക്ക് മാത്രം കൊടുക്കാൻ പറ്റുമോ, വ്യത്യസ്തമായ ആൾക്കാർക്ക് കൊടുക്കണോ?
പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇവിടെ 3:45 ചോദ്യകർത്താക്കൾ പലവരുണ്ട് എന്ന് തോന്നുന്നു. നമ്മുടെ ഹദ്ദാദിന്റെ സമയപ്പല അബുസുനക്കും പോയോ ഒലക്ക് ഇട്ടെറിഞ്ഞിങ്ങാണ്ട് പോയിനോന്ന് സവാമി എല്ലാവരും ഇട്ടെറിഞ്ഞിങ്ങാണ്ട് പോയിനോന്ന് ആശ്രയിക്കാൻ നിങ്ങൾ ഭാഗ്യവാൻ. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി സംശയങ്ങൾ നാളെ നിവാരണം നടത്താം. ഇപ്പോൾ സംശയങ്ങളിലേക്ക് കടന്നാൽ അല്ലേ ഏകദേശം സാധാരണക്കാർ അറിയേണ്ട വിഷയങ്ങൾ ഒരു ചോദ്യം ഒരു ചോദ്യം മൂപ്പര് കുറെ നേരമായി ആ ഒരു ചോദ്യത്തിന് ഇൻഷാ അല്ലാഹ് 1 മണിക്ക് 3:45 അപ്പൊ ഏകദേശം 3:30 നമ്മൾ ഹദ്ദാദ് തുടങ്ങേണ്ടതാ. ആ ഹദ്ദാദ് ചൊല്ലിയിട്ട് പലവർക്കും അത് കഴിഞ്ഞ് അവർക്ക് അത്താഴം വഹിക്കാൻ പോവാനുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ ഹദ്ദാദിന് സമയം വൈകിയാൽ അവർക്കത് ബുദ്ധിമുട്ടായി തീരും എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും ആ ഒരു സുഹൃത്ത് അബൂ നാസ് 786 ഒരു ചോദ്യം എന്ന് പറയുന്നു. ചിലപ്പോൾ നമുക്ക് പ്രസക്തമായ ചോദ്യമാണ്. കിതാബ് നോക്കേണ്ടതാണെങ്കിൽ നോക്കാനൊരു അവസരമായിരിക്കുമല്ലോ. ഏതായാലും അദ്ദേഹത്തിന് വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശുക്രാൻ യാ ഉസ്താദിനെ ജസാക്കല്ലാഹു ഖൈർ. ഉസ്താദ് എന്റെ ചോദ്യം ഇപ്പൊ കല്യാണം കഴിച്ചാല് ആ സഹോദരിയുടെ മക്കളെയും സക്കാത്ത് കൊടുക്കേണ്ട ഭർത്താവിന്റെ കടമയല്ലേ? ഇപ്പൊ ഭർത്താവ് നോക്കുന്നില്ല, ഭർത്താവ് ചെലവിനും കൊടുക്കുന്നില്ല, നോക്കുന്നില്ല. അപ്പൊ കൊടുക്കുന്നത് ആ സഹോദരിയുടെ ആങ്ങളമാരും ഉപ്പയുമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ അവരുടെ ആങ്ങളാരുടെയും ഉപ്പയുടെയും എത്ര സക്കാത്ത് ആ സഹോദരിക്ക് കൊടുക്കാൻ പറ്റുമോ? നിർബന്ധം ഭർത്താവ് കൊടുക്കല്ല, സഹോദരിയുടെ എത്ര സക്കാത്ത് കൊടുക്കേണ്ടത് ഭർത്താവാണ്. പക്ഷെ ഇവര് ഭർത്താവ് നോക്കാത്തതിന്റെ പേരിലാണ് ഇവർ ചെലവിന് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇവരുടെ വിത്ര സക്കാത്ത് അവർക്കോട് ആ സഹോദരിക്ക് കൊടുക്കാൻ പറ്റുമോ എന്നാണ് അറിയേണ്ടത്. ദിവസത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. ഷെയ്ഖാൽ ഒരു കുപ്പായം മാറി വന്നതാണ്. കാസർഗോഡിൽ പ്രധാനപ്പെട്ട ആലൂരെ കുപ്പായം മാറി വന്നതാണ്. ഏതായാലും നല്ലൊരു ചോദ്യമാണ്, ഒരു പ്രസക്തമായ ചോദ്യമാണ്. ഒരു ഭാര്യയും കുട്ടികളും ഭർത്താവ് പൊന്നെത്തി വേറെ വൈക്ക് പോയിക്ക് കരീമിന്റെ മാതിരി നിങ്ങൾ ആരും പറയണ്ട, അങ്ങനൊന്നുമില്ല. അതൊക്കെ ഞാൻ മസല തിരിയാൻ വേണ്ടി കരീമിനെ 2ാം പെണ്ണ് കെട്ടിച്ചതാണ്. ഇനി ഏതെങ്കിലൊക്കെ ക്ലാസ് റൂമിലെ ആൾക്കാർ ഓന്റെ ഭാര്യക്ക് വിളിച്ച് പറയണ്ട കരീമ് 2ാമത് പെണ്ണെത്തിക്കണെന്ന്. അതൊന്നുമില്ല. ഓനക്ക് നമുക്ക് മസല പഠിപ്പിച്ചു വെക്കാൻ വേണ്ടി ഓനെ 2ാമത് പെണ്ണ് കെട്ടിച്ചതാണ് നമ്മള്, അല്ലാതെ ഓൻ 2ാമത് പെണ്ണൊന്നും കെട്ടിയിട്ടില്ല. അപ്പൊ ഏതായിരുന്നാലും എന്താ മസല? ഒരു ചങ്ങായി പെണ്ണെത്തിങ്ങാണ്ട് എന്ത് ചെയ്ത് ഓന്റെ കുട്ടികളും പെണ്ണുങ്ങളെ കിട്ടെറിഞ്ഞിങ്ങാണ്ട് ചെലവിനും കൊടുക്കാതെ പെയ്ക്കണ്. വാസ്തവത്തിൽ ഭർത്താവാണ് ചെലവിന് കൊടുക്കേണ്ടത്. അങ്ങനെ പിന്നെ ആങ്ങളാറ് ചെലവിന് കൊടുക്കുകയാണ്. അപ്പൊ ഈ ആങ്ങളാരുടെ സക്കാത്ത് അല്ലെങ്കിൽ വാപ്പാന്റെ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? അത് ആലൂരൊന്നും ഇറങ്ങിയിട്ടുണ്ടാവും. അതപ്പോ പഠിച്ചത്. അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു, ചെലവിന് കൊടുക്കൽ നിർബന്ധമില്ലാത്ത ആളുകളുടെ വാപ്പാരുടെ സക്കാത്ത് മക്കൾക്ക് കൊടുക്കാം എന്ന് നമ്മളൊന്ന് അതിന്റെ അതേ ഞാൻ മസ്തല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും ആലുവിന്റെ ചോദ്യം ഒരു പ്രസക്തമായി ഇന്ന് ആലോചിതമായി ആവശ്യമുള്ള ഒരു ചോദ്യമാണ്. കാരണം എത്രയോ സ്ത്രീകള് ഭർത്താവ് നോക്കാത്തതിന്റെ പേരിൽ വാപ്പ നോക്കാത്തതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. പിന്നെ ഉമ്മാന്റെ വീട്ടിലേക്കാരെ പോലെ നോക്കുക, അല്ലെങ്കിൽ അമ്മാമ്മമാരാണ് നോക്കുക, അല്ലേ? അപ്പൊ അവരുടെ വ്യക്തികളുടെ സക്കാത്ത് ഇവർക്ക് കൊടുക്കാം. ഇവർക്ക് കാണേണ്ട വാസ്തവത്തിന് അവരുടെ ചെലവിന് കൊടുക്കൽ ഇവർക്ക് നിർബന്ധമില്ല. പിന്നെ ഇപ്പൊ എന്താ വിഷയമുള്ളത്? വാപ്പ നോക്കാത്തതിന്റെ പേരിൽ പിന്നെ ഈ കുട്ടികളെ പട്ടിണി കിടക്കാൻ പറ്റൂല, ആ നിലക്ക് കൊടുക്കാണ്. വിത്ത് സക്കാത്ത് കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ഏതായാലും സാന്ദർഭികമായി പല രാജ്യത്തും ആവശ്യമുള്ള ഒരു വിഷയം തന്നെയാണ്. അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. ഏതായിരുന്നാലും ഇനി ബാക്കിയുള്ളവരൊക്കെ നാളത്തെ കാലത്ത് വരിക. ഇനി ഞാൻ പറഞ്ഞത് അല്ലാതെ അമിതമായി വിശദീകരണം കൂടിയതിന്റെ പേരിൽ ആർക്കെങ്കിലും തിരിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷമിക്കുക. ഇത്രത്തോളം വിശദീകരണം വാന്തിയില്ല എന്നുള്ളത് അവരും ക്ഷമിക്കുക. ഇതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് KMICയുടെ സാധാരണക്കാര് അവർക്ക് ഇങ്ങനെ പലതും ചോദിക്കാൻ പൂതിയാവുമ്പോ അതിന്റെ ആ സംശയം വരുന്നതൊക്കെ ഇടയിൽ തീരാനും പിന്നെ ഒന്നും കൂടി ഞാൻ ആവർത്തിച്ച് പറയാനൊരു കാരണമുണ്ട്. നമ്മുടെ ഈ KMICയുടെ ഒരുപാട് റേഡിയോ ശ്രോതാക്കൾ പലവരും എന്താണ് ഈ ബൂഫിയയിലും കഥയിലൊക്കെ ഇരുന്നിട്ടാണ് ഇപ്പൊ ഈ ക്ലാസ് കേൾക്കുന്നത്, അല്ലേ? നിങ്ങളെ വായിക്കാല്ല, നിങ്ങളിപ്പോ റൂമിലേക്കാലോ, നിങ്ങളിപ്പോ ഈ ലാപ്ടോപ്പ് വഹിക്കുന്ന നല്ലൊരു വിഭാഗം ആൾക്കാർ റൂമിൽ നിന്നിട്ടാ ക്ലാസ് കേൾക്കുന്നത്. അപ്പൊ പിന്നെ ആരും ഇപ്പൊ അത് കഷ്ടപ്പെടുത്താനില്ല. നേരെ മറിച്ച് നമ്മുടെ റേഡിയോ ശ്രോതാക്കൾ ഒരു കഥകളിലാ. അപ്പൊ നമ്മൾ നല്ലൊരു മസല പറയുമ്പോഴേക്കാളും ഒരാൾ വന്നിട്ട് ആ സാധനം ഉണ്ടോ, സാൻഡ്വിച്ച് ഉണ്ടോന്ന് ചോദിച്ചത്. ഈ സാൻഡ്വിച്ച് ഉണ്ടോന്ന് ചോദിച്ച നേരത്തെക്കാലം നമ്മളൊരു ഷർത്ത് പറഞ്ഞിരിക്കുക. അപ്പൊ പല റേഡിയോ ശ്രോതാക്കളും പറയും. അപ്പൊ ഒന്നുകൂടി ആവർത്തിച്ച് പറയുമ്പോഴായിരിക്കും ഞങ്ങൾ കേൾക്കുക.
ചിലപ്പോ ഉസ്താദ് ആദ്യം പറഞ്ഞ നേരത്തെ കഥയിൽ ആരെങ്കിലും വന്നിട്ട് ഓനോട് സംസാരിക്കാൻ നേരേക്കാലം ആ രണ്ടാമത് ഒന്നും കൂടി ആവർത്തിച്ച് പറയുമ്പോഴേക്കാലം ഞങ്ങൾ കേൾക്കുക. ആവർത്തനാണ് ഞങ്ങൾക്ക് ഉപകാരം. അപ്പൊ അവരും കൂടി പറഞ്ഞ് പരിഗണിച്ചിട്ട് ചില ആവർത്തനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അല്ലാഹു തആല പരമാവധി നമ്മുടെ ഇബാദത്തുകളൊക്കെയും ശരിയായ രൂപത്തിൽ ചെയ്യാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഈ നിയ്യത്തിന്റെ കാര്യം പ്രവാസികള് നമുക്ക് അൽഹംദുലില്ലാ നമുക്ക് ഒരുപാട് വർത്താനങ്ങൾ പറയുമ്പോ നിയ്യത്ത് വെച്ച് ഇജ്ജ് സക്കാത്താണ് കൊടുത്താലാന്ന് പറയാനൊരു വാക്കല്ലേ. ഇജ്ജ് സക്കാത്ത് കൊടുത്താലാ എന്നുള്ളതിൽ നിയ്യത്ത് പെടുമെങ്കിലും പെടുമെന്ന അഭിപ്രായമുണ്ടെങ്കിലും പെടൂല എന്നാണ് നല്ലൊരു വിഭാഗം നമ്മുടെ ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം എന്ന് പറയാം. അപ്പൊ ഒരു നിയ്യത്ത് വെച്ച് സക്കാത്ത് കൊടുത്താലാണ് പറയാൻ ഒരു പ്രയാസമില്ലല്ലോ. അല്ലേ കണ്ണമംഗലം? എന്താ അതിനൊരു പ്രയാസം അല്ലേ? നമ്മളിപ്പോ ഒരു പ്രയാസം ഉണ്ട്. നമ്മൾ ആ ഒരു വാക്ക് പറയാത്തതിന്റെ പേരിലാണ് സക്കാത്ത് സഹി. ആഖിറത്ത് ചെന്ന് നോക്കുമ്പോ ആ സക്കാത്ത് സഹി ആയിട്ടില്ലെങ്കിൽ പിന്നെ വെറുതെ നമ്മൾ ഈ അന്ത്യോളം വള്ളം കോരി അന്തിക്ക് കുറത്ത് വസ്തുവിന് പറഞ്ഞ മാറിക്കാവൂലേ. ഇത് സക്കാത്ത് നിയ്യത്തും വെച്ചാൽ സക്കാത്താണ് കൊടുത്താലാ എന്ന് പറയാ. പിന്നെ ഭാര്യനോട് പറയാ ഇജ് സക്കാത്ത് കൊടുക്കുമ്പോ ഇജ് എനിക്ക് ചെലവിന് എനിക്ക് ചെലവിനൊന്നും പറയണ്ട, എന്റെ ഭർത്താവിന്റെ സക്കാത്തിനും പറയണ്ട, എന്നെ സക്കാത്ത് കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയുടെ സക്കാത്ത് ഞാൻ കൊടുക്കുന്നു എന്ന് നിയ്യത്തും വെച്ച് പറയാ. ഇനി അതിന്റെ ഒരു വിശദീകരണം സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കുന്നേരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് നാളത്തെ ലൈവിന് ശേഷം നമുക്ക് തിരുത്താം. നമ്മൾ ഒരുപാട് റേഡിയോ ശ്രോതാക്കൾ വ്യക്തിപരമായി വിളിച്ചിട്ട് ഖത്തമോദിയ വിവരങ്ങളൊക്കെ അറിയിച്ച് ഓരോ കാര്യങ്ങൾക്കും വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞ പലവരുമുണ്ട്. ഇൻഷാ അല്ലാഹ് ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നു, ഭർത്താവ് മരിച്ച സ്ത്രീയുടെ സക്കാത്ത് ആരാണ് കൊടുക്കുക? അതുപോലെ തന്നെ കൊടുക്കേണ്ടത്. അതൊരു ചോദ്യമാണ്. ഭർത്താവ് മരിച്ച സ്ത്രീയുടെ സക്കാത്ത് ആരാ കൊടുക്കേണ്ടത്? അത് ആ സ്ത്രീക്ക് കഴിവുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് കൊടുക്കാം ഇൻഷാ അല്ലാഹ്. അത് നല്ലൊരു ചർച്ചയാണ്. ഇനി ഭർത്താവ് സക്കാത്ത് കൊടുക്കുന്നില്ല, അങ്ങനെ ഉണ്ടാവും. ഇനി നമ്മളിപ്പോ ഗൾഫിലാണല്ലോ, അങ്ങനെ ഒരു മസ്തല ഉണ്ട് കേട്ടോ. ഈ കേൾക്കാണ്ട കരിയമക്കും പോയാനാവോ ഈ ഗൾഫിൽ മദ്ഹബ് മാറി പെണ്ണെത്തിയോളുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ. ചിലപ്പം ഗൾഫിൽ നിന്ന് വലിച്ച ബംഗാളി പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അനഫി മദ്ഹബ് പ്രകാരം അവിടെ ഒരു മസ്തല ഉണ്ട്. ഭാര്യ അനഫി മദ്ഹബുള്ള പെണ്ണാണെങ്കിൽ ഈ പെണ്ണിന്റെ സക്കാത്ത് ആരാ കൊടുക്കേണ്ടത്? ചിലപ്പോ നമ്മൾ ബംഗാളി പെണ്ണുങ്ങളെക്കും കല്യാണം കഴിച്ച ആരെങ്കിലേക്കും KMIC ഉണ്ടെങ്കിൽ അനഫി മദ്ഹബ് സ്വീകരിച്ച ഭാര്യ ഉണ്ടെങ്കിൽ ആ പെണ്ണിന്റെ സക്കാത്ത് ആരാ കൊടുക്കേണ്ടത്? ഭർത്താവ് സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ ഭാര്യയ്ക്ക് അവരുടെ സക്കാത്ത് കൊടുക്കൽ സുന്നത്തുണ്ടോ പോലത്തെ ചർച്ചകൾ ഇൻഷാ അല്ലാഹ് നാളെ പറയാം. അല്ലാഹു തആല കേൾക്കാനും പറയാനും തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ ക്ലാസ് റൂമിൽ ആരെല്ലാം എന്തെല്ലാം ഉദ്ദേശങ്ങൾ വെച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് കൊടുക്കുമാറാവട്ടെ. നമ്മൾ ഓടിയ ഖത്തമുകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ദുആക്ക് ഇജാബത്തുള്ള ക്ലാസ് റൂമുകളിൽ അല്ലാഹു തആല പൊരുത്തി തരുമാറാവട്ടെ. ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി ക്ലാസ് റൂമിനെ സഹായിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഐശ്വര്യവും ബറക്കത്തും നൽകി. പിന്നെ പ്രത്യേകിച്ച് ക്ലാസ് റൂമിൽ സാധുവായി എന്റെ റീചാർജ് മൊബൈൽ വരെ റീചാർജ് ചെയ്യുന്ന എത്ര ആൾക്കാരാച്ചിട്ട് അള്ളാഹു തആല അവർക്കൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ. ഞാൻ ആർക്കും ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ചെയ്തോട്ടെ. അബൂഷംബിയിലെ അതൊക്കെ 100 രൂപ കഴിച്ചിട്ട് തരും. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. അതൊക്കെ 100 രൂപ മൂപ്പര് ആ ഒരു ഫോം വിളിക്കാതെ കായിന്റെ വകയിക്കോട്ടെ എന്നാണ് നിങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ ഹാഷിം കൊയിലാത്ത് അൽഹംദുലില്ലാഹ്